ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ബൈബിളെടുത്ത് യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് തിരിയാം. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം. യാക്കോബ് 1:12 മുതൽ അതിൻ്റെ അവസാനം വരെയാണ് നമ്മൾ വായിക്കുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതും ഇല്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അതറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനുമായിരിക്കട്ടെ. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരുപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടാക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടുമറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം ധ്യാനിച്ച് തുടങ്ങിയായിരുന്നു. ആമുഖമായിട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഞാൻ കൊണ്ടുവന്നതിന് ശേഷം ഇന്നത്തെ വചനഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ കണ്ടത് എന്തായിരുന്നു? പല വിധത്തിലുള്ള പരീക്ഷകൾ കടന്നു വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം, അശേഷം സന്തോഷിക്കണം, അല്ലെങ്കിൽ അതിനെ സന്തോഷമെന്ന് എണ്ണണമെന്നാണ് യാക്കോബിൻ്റെ ലേഖനം പറഞ്ഞു തുടങ്ങുന്നത്. അതായത് ജീവിതത്തിൽ പരിശോധനകൾ അല്ലെങ്കിൽ പരീക്ഷകൾ കടന്നു വരുന്നത് നല്ലതിനായിട്ടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചപ്പോൾ പറഞ്ഞത് കഷ്ടതയിലൊരു നേട്ടമുണ്ട്. ആ നേട്ടത്തിൽ, നിത്യതയിൽ നിങ്ങൾക്കുളവാകുന്ന നേട്ടത്തിലായിരിക്കണം നിങ്ങളുടെ നോട്ടം. അപ്പോൾ ആ കഷ്ടത നോക്കിക്കാണുവാൻ, ആ കാഴ്ചപ്പാടിന് വേണ്ടി നമ്മൾ ജ്ഞാനം പ്രാപിക്കണം, ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെല്ലാം കണ്ടു. ഇത് എന്ത് നന്മയാണ് ഉളവാക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സ്ഥിരത ഉളവാക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം പറയാത്തൊരു കാര്യമാണ്, എന്താണ് ഈ സ്ഥിരത? സ്ഥിരത എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറഞ്ഞത് നമ്മൾ മനസ്സിൽ വെക്കണം. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അപ്പോൾ അസ്ഥിരനാരാണ്? ഇരുമനസ്സുള്ളവനാണ്. അപ്പോൾ അതിൻ്റെ വിപരീതം അല്ലെങ്കിൽ അതിന് എതിർദിശയിൽ പോയാൽ സ്ഥിരതയുള്ളവനപ്പോൾ ആരാണ്? ഇരുമനസ്സുള്ളവൻ അസ്ഥിരനാണെങ്കിൽ സ്ഥിരതയുള്ളവൻ ഒരു മനസ്സുള്ളവനായിരിക്കും. ഒന്നിനെ മാത്രം കാംക്ഷിച്ച് ഒന്നിനെ മാത്രം സ്നേഹിക്കുന്നവനായിരിക്കും. അതുതന്നെയാണ് പിന്നീട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 12-ാമത്തെ വാക്യത്തിൽ കണ്ടു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യന് വേണ്ടി ദൈവം കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന വാഗ്ദത്തം, കൊടുക്കുന്ന പ്രതിഫലം, അല്ലേ? ജീവകിരീടം എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വരുന്ന ഒരേ കാര്യം തന്നെയാണ്. കർത്താവ് നമ്മളെ കഷ്ടതയുടെ, പരീക്ഷയുടെ, ശോധനയുടെ വഴികളിലൂടെ നമ്മളെ കടത്തിവിടുന്നത് നമുക്ക് ആന്തരികമായ രൂപാന്തരം വന്ന് നമ്മൾ ഏകമനസ്സുള്ളവരായിരിക്കണം, ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നവരായി മാറണം. അതാണ് സ്ഥിരത എന്ന് പറയുന്നത്. ഇരുമനസ്സുള്ള മനുഷ്യൻ
ഒരു മനസ്സുള്ളവനായി മാറണം. ദൈവത്തെ മാത്രം ആരാധിക്കുന്നവനാകണം. അല്ലേ, നമ്മൾ കഷ്ടതയിൽ കൂടെ കടന്നുപോയെങ്കിൽ, നന്നായിട്ട് കടന്നുപോയവർക്കൊക്കെ അറിയാം, ആത്മീയമായിട്ട് വളർന്നവർക്കറിയാം, ആ കഷ്ടത നിമിത്തം എന്തു പറ്റി, എൻ്റെ ആരാധന അതിൻ്റെ ശുദ്ധീകരണത്തിലൂടെ കടന്നുപോയി. ഞാൻ ദൈവത്തെ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവനായി. എനിക്ക് ദൈവം പ്ലസ് വേറൊന്നായിരുന്നു, പക്ഷേ ഈ ശോധന കൂടെ കടന്നുപോയപ്പോൾ ആ അഡീഷണലായിട്ട് ഞാൻ സ്നേഹിച്ചതിന് വിട്ടുമാറി ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നവൻ. ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് അതിനെ നമ്മൾ നേട്ടമെന്ന് പറയേണ്ടതും നമുക്കത് അശേഷം സന്തോഷമുള്ളതാണെന്ന് നമ്മൾ എണ്ണുവാൻ പഠിക്കണമെന്നും പറഞ്ഞത്. അല്ലേ, ഞാൻ നല്ലൊരു ആരാധകനായി മാറിക്കൊണ്ട് ഞാൻ ഒരു ഭക്തനായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതേ വിഷയം ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ആ 12-ാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അന്വേഷിച്ചാൽ മതി. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷമേ. ആരായി കൊള്ളാകുന്നവൻ എന്നൊന്ന് പഠിച്ചാൽ, വചനത്തിലെടുത്ത് പഠിച്ചാൽ വളരെ വ്യക്തമായിട്ട് അത് ഇതേ കാര്യം തന്നെ നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും. കൊള്ളാകുന്നവൻ ആരാണെന്ന് അറിയണമെങ്കിൽ 2 കൊരിന്ത്യർ 10:18 ആരെങ്കിലും ഒന്ന് വായിക്കുക. 2 കൊരിന്ത്യർ 10:18. ആരാണ് കൊള്ളാകുന്നവൻ? തന്നെത്താൻ പുകഴ്ത്തുന്നത്. അതായത് ഞാൻ തന്നെ എന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നവനല്ല, ദൈവം പുകഴ്ത്തുന്നവൻ, ദൈവം സാക്ഷ്യം പറയുന്നവൻ. അല്ലേ, അവനാണ് കൊള്ളാകുന്നവൻ. അപ്പോൾ കൊള്ളാകുന്നവനെന്ന് ആരാ പറയണ്ടേ? ഞാനല്ല പറയേണ്ടത്, ദൈവം പറയണം, ദൈവം ഏറ്റുപറയണം, ദൈവം സാക്ഷീകരിക്കണം. അല്ലേ, ദൈവം ശുപാർശ ചെയ്യണം നമ്മളെ, ഇവൻ കൊള്ളാകുന്നവനാണെന്ന്. അപ്പോൾ കൊള്ളാകുന്നവൻ ആരാണ്? ദൈവം പ്രശംസിക്കുന്നവൻ. ഇനി ആരെയാ ദൈവം പ്രശംസിക്കുന്നത്? റോമാലേഖനം 2-ാം അധ്യായം 28-ഉം 29-ഉം. റോമർ 2:28-29. പുറമേ യഹൂദനായവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ അബ്രഹാമിൻ്റെ സന്തതിയാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ ഭാഗമാണ്. പുറമേ യഹൂദനായവൻ, പക്ഷേ അവനല്ല ശരിയായ യഹൂദൻ. പുറമേ പരിച്ഛേദനയൊക്കെ ഏറ്റിട്ടുണ്ട്, പക്ഷെ അതല്ല ശരിക്കുള്ള പരിച്ഛേദന. അകത്ത് യഹൂദന്റെ ഗുണം, ദൈവജനത്തിന്റെ ഗുണമുള്ളവൻ. വായിച്ചാട്ടെ. അക്ഷരാർത്ഥത്തിൽ പരിച്ഛേദനയേറ്റ യഹൂദനായിട്ട് കാര്യമില്ല, ഹൃദയത്തിൽ പരിച്ഛേദനയേറ്റവൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഹൃദയ വിശുദ്ധിയുള്ളവൻ. അങ്ങനെയുള്ളവൻ. ബാക്കി വായിച്ചാട്ടെ. ആണ്ടോ, ദൈവത്താൽ അവന് പുകഴ്ച ലഭിക്കുന്നു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നോക്കാം. യാക്കോബ് 1:12 പറഞ്ഞു, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷമാണ് പ്രതിഫലം. അല്ലേ, പരീക്ഷ സഹിച്ച ഭാഗ്യവാനായ ഇവൻ ഭക്തനാണ്, ഇവൻ ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നവനാണ്, ഇവന് സ്ഥിരത വന്നു കഴിഞ്ഞു. അതാരാണ്? കൊള്ളാകുന്നവനായി. ആരാണ് കൊള്ളാകുന്നവൻ? ദൈവം പ്രശംസിക്കുന്നവനാണ് കൊള്ളാകുന്നവൻ. ആരെയാണ് ദൈവം പ്രശംസിക്കുന്നത്? അകത്ത് വിശുദ്ധി വന്നവൻ. അല്ലേ, അകത്ത് ദൈവത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു മനസ്സുള്ളവനായി. കണ്ടോ, ഈ കാര്യമല്ല ഒരേ കാര്യം തന്നെയല്ലേ ബൈബിൾ പറയുന്നത്. യാക്കോബിൽ 1 നിന്ന് തന്നെ നമ്മളത് മനസ്സിലാക്കി. എന്നാൽ മറ്റു വാക്യങ്ങളിൽ പോകുമ്പോഴും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അകത്ത് വിശുദ്ധി വന്നു, അകത്ത് വേർപാട് വന്നു, അകത്ത് ഭക്തി വന്നു. ഇതെല്ലാം കഷ്ടതയിൽ കൂടെ പോയാലേ വരത്തുള്ളൂ. വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ കൂടെ പോയാലേ ഇത് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ പരിശോധന കടന്നു വരുമ്പോൾ അയ്യോ വേദന കടന്നു വരുന്നു, ദുഃഖം കടന്നു വരുന്നു, നഷ്ടം കടന്നു വരുന്നു എന്നല്ല പറയേണ്ടത്. എനിക്ക് പുരോഗതി വരാൻ പോകുന്നു, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ പോകുന്നു, എന്നെ ഒരു തികഞ്ഞ ഭക്തനാക്കുവാൻ ദൈവം എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് അശേഷം സന്തോഷം എന്നെണ്ണണം. കാരണം ദൈവം നിങ്ങളെ പ്രശംസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്ലേ, നിങ്ങളെ ചിലരുടെ മുന്നിലൊക്കെ സാക്ഷീകരിക്കാൻ, ഇത് കണ്ടോ എൻ്റെ ഭക്തനെ കണ്ടോ. അല്ലേ, ഇയ്യോബിനെ കുറിച്ച് ദൈവം പിശാചിനോട് പ്രശംസിച്ചു. എടാ, പിശാച് എന്നപ്പോൾ നീ എൻ്റെ ഭക്തനായ ഇയ്യോബിനെ കണ്ടോ. അല്ലേ, നേരുള്ളവനും അല്ലേ ദോഷം വിട്ടകലുന്നവനും യഹോ ഭയമുള്ള ഇതുപോലൊരു ദാസനെ നീ കണ്ടു. അങ്ങനെ കർത്താവ് നമ്മളെക്കുറിച്ച് എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു. നീ എൻ്റെ ദാസനായ, നിങ്ങളുടെ പേര് പറയുക കണ്ടോ എന്ന് പിശാചിനോട് പറയണം. അല്ലേ, അതൊരു ഭയങ്കര ഒരു ബഹുമാനമാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്നത്. ആ രീതിയിൽ നമ്മൾ തികവുള്ള ഭക്തന്മാരാകുവാൻ വേണ്ടിയിട്ടാണ് പല രീതിയിലുള്ള പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, പരീക്ഷകൾ കടന്നു വരുന്നത്, പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവം അയക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അത് സഹിച്ച് ഭാഗ്യവാൻ, അനുഗ്രഹീതനാകണം, കൊള്ളാകുന്നവനാകണം, സ്ഥിരതയുള്ളവനാകണം, ഒരു മനസ്സുള്ള ഭക്തനാകണം, ദൈവത്തെ മാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവനാകണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ദൈവം പരീക്ഷ അയക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം കണ്ട കാര്യങ്ങളാണ്.
കഷ്ടതയിലുള്ള നേട്ടം. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്, ഇനി ബാക്കിയുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരീക്ഷ സഹിക്കുന്ന വിശ്വാസം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് നമ്മൾ വായിച്ചു. ഈ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ആകണമെങ്കിൽ പരീക്ഷ സഹിക്കുന്ന വിശ്വാസം വേണം. അതുകൊണ്ട് ആ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, യാക്കോബിൻ്റെ ലേഖനം വിശ്വാസത്തെക്കുറിച്ചുള്ളൊരു ലേഖനമാണ് അല്ലേ. ഇവിടുത്തെ ഏറ്റവും മുഖ്യ വിഷയം പരീക്ഷയല്ല. അത് തുടങ്ങുന്നത് എങ്ങനെയാണേലും പരീക്ഷയുടെ മധ്യത്തിൽ വിളങ്ങുന്ന വിശ്വാസമാണ് യാക്കോബിൻ്റെ ലേഖനത്തിലെ വിഷയം. പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ടതായിട്ടുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് യാക്കോബിൻ്റെ ലേഖനം പ്രതിപാദിക്കുന്നത്. ഈ പരീക്ഷ സഹിക്കുന്ന വിശ്വാസം, കഷ്ടതയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആത്മീയ ഉന്നതി പ്രാപിക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ 3 വസ്തുതകൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനൊരു വിശ്വാസം വേണമെങ്കിൽ എന്തൊക്കെ വേണം, അങ്ങനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്തൊക്കെ കാണും എന്നൊക്കെയുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട്, പരീക്ഷ സഹിക്കുന്ന വിശ്വാസം ദൈവത്തെക്കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാടുള്ളൊരു വിശ്വാസമായിരിക്കും. അതാണ് 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇതാദ്യമേ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, നമുക്ക് പലപ്പോഴും പരീക്ഷ കടന്നു വരുമ്പോൾ, പരിശോധന കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ കഷ്ടാനുഭവങ്ങൾ കടന്നു വരുമ്പോൾ പലരും എന്തുകൊണ്ടാണ് പട്ടുപോകുന്നത് അല്ലേ? എല്ലാവരും അങ്ങ് കഷ്ടപ്പാടിലൂടെ കടന്നുപോയി പിടിച്ചു നിന്ന് പിന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാറില്ല. ചിലരൊക്കെ മതി, നിർത്തിപ്പോയി അല്ലേ. എന്താ ചിലരിങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യമില്ല അല്ലേ. ചിലർക്ക് ഈ കഷ്ടത വരുമ്പോൾ അവരുടെ മുകളിൽ ഉടനെ പൊങ്ങി വരുന്ന എന്താ പറയുക, കുറ്റബോധം. മറ്റേ മിനിഞ്ഞാത്തെ പാപത്തിനുള്ള ശിക്ഷത വന്നു അല്ലേ, ദൈവം എന്നെ അടിക്കുകയാണ്, ദൈവം എന്നെ കൊല്ലാൻ നോക്കുകയാണ് അല്ലേ. ഇത് പിശാച് വരുപോലും വേണ്ട, നമുക്ക് തന്നെ ഇതൊക്കെ അറിയാം അല്ലേ. മറ്റേ ഉൽപ്പത്തിയിൽ പിശാച് വന്നിട്ട് പറയണോ, അല്ലല്ല ദൈവം നിങ്ങളോട് സ്നേഹമൊന്നുമില്ല. ഇപ്പം നമുക്ക് തന്നെ ഫ്രിഡ്ജ് വെച്ചിരിക്കുക, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക നമുക്ക് അല്ലേ. ദൈവം എന്ത് ചെയ്താലും ഉടനെ അതിനെ നിരൂപിക്കും നമ്മൾ ചാടിക്കയറി. അത് ദൈവം ഇത് ചെയ്തിട്ട് അത് ചെയ്താൽ അതിനെക്കുറിച്ച് നല്ല പ്രാർത്ഥിക്കാതെ തന്നെ നമുക്കെല്ലാം അറിയാം അല്ലേ. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ അറിയാം. എന്നെ കൊല്ലാൻ നോക്കുക ദൈവം, ഇതോടെ തീർന്നു, ഞാൻ ചത്തു അല്ലേ. അങ്ങനെ ചിന്തിക്കാറില്ലേ? അതെന്താ കാണിക്കുന്നത്? ശരിയായ കാഴ്ചപ്പാടില്ല. ശരിയായ കാഴ്ചപ്പാടില്ലെങ്കിൽ നിങ്ങൾ ശരിയായിട്ട് ദൈവത്തോട് പ്രതികരിക്കത്തില്ല അല്ലേ. ഇപ്പം നമ്മൾ ഒരു കുഞ്ഞ് പ്ലഗിൽ തൊടാൻ പോവുക, കറണ്ട് അടിക്കാൻ പോവുക, നമ്മൾ കയറി പിടിക്കാൻ പോവുക. അപ്പോൾ കുഞ്ഞ് വിചാരിക്കും നമ്മൾ അടിക്കാൻ പോവാന്ന്. കുഞ്ഞ് ഓടി ഓടി പോവും, നമ്മൾ പിടിക്കാനായിട്ട് പോകും അല്ലേ. നമ്മൾ രക്ഷിക്കാനായിട്ടായി പുറകെ ഓടുന്നത്, കുഞ്ഞ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്നെ പിടിക്കാനായി വരുന്നത്. അപ്പോൾ ശരിയായ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട് കുഞ്ഞ് ശരിയായിട്ട് പ്രതികരിക്കത്തില്ല. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ. ദൈവം പിടിക്കാൻ വരുന്നത് മോനെ കോരി എടുക്കട്ടെ, ഇല്ല നീ മുങ്ങിപ്പോകും. റെയിൽവേ പാളത്തിലേക്കാണ് നീ ഓടിപ്പോകുന്നത്. ഞാൻ പൊക്കി നിന്നെ എടുത്ത് കുറച്ച് നേരം നീ എൻ്റെ അടുക്കൽ ഒറ്റയ്ക്ക് എൻ്റെ ഒക്കത്തിരുന്നാലേ പറ്റത്തുള്ളൂ. അത് പറ്റത്തില്ല, എനിക്ക് ഒറ്റയ്ക്കൊന്നും ഇരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഓടി 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 പോവുക. ദൈവം പറയും നീ ഓടി ഓടിപ്പോയി പാളത്തിൽപ്പെടും അല്ലേ. അപ്പം ദൈവം ചെയ്യുന്ന എന്താണെന്നും ദൈവം ആരാണെന്നും അവൻ്റെ ഉദ്ദേശം എന്താണെന്നും അവൻ്റെ ഹൃദയം എന്താണെന്നും ശരിയായ കാഴ്ചപ്പാടില്ലാത്ത വ്യക്തികൾ കഷ്ടത വരുമ്പോൾ, ജീവിതത്തിൽ പ്രയാസമുള്ള തിക്താനുഭവങ്ങൾ വരുമ്പോൾ, പ്രയാസമേറിയ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ശരിയായ രീതിയിൽ ദൈവത്തോട് പ്രതികരിക്കത്തില്ല. ഈ പരീക്ഷയും പരിശോധനയും ഒന്നും നടക്കത്തില്ല. അവർ പകുതി വെച്ച് നിർത്തി വെച്ച് പോകും. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചപ്പാട് വളരെ കാര്യമായൊരു വിഷയമാണ്. അപ്പോൾ 13 മുതലുള്ള നമുക്ക് വാക്യങ്ങൾ വായിക്കാം. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുമെന്ന് ആരും പറയരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ അധ്യായം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, മലയാളം ബൈബിളിൽ ഈ പരീക്ഷ എന്നുള്ള വാക്ക് എല്ലായിടത്തും കയറി അങ്ങ് ഉപയോഗിച്ചിരിക്കുകയാണ് അല്ലേ. പക്ഷേ ഈ യവന ഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയിലെ ആ വാക്കിന് 2 അർത്ഥമുണ്ട്. പരീക്ഷ എന്നൊരർത്ഥമുണ്ട്, പ്രലോഭനം എന്നൊരർത്ഥമുണ്ട്. ഇവിടൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രലോഭനം എന്നാണ്. ഈ 13 മുതൽ 20 പ്രലോഭനം എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം ദൈവം നമ്മളെ പരീക്ഷിക്കും അല്ലേ. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അതുകൊണ്ട് ഇവിടെ ടെംപ്റ്റേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്, പ്രലോഭനം എന്നാണ്. കാരണം ഇത് പ്രലോഭനമാണെന്ന് എങ്ങനെ അറിയാം? തൊട്ടടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. കണ്ടോ, ഇത് ദോഷങ്ങൾ കൊണ്ടുള്ള പരീക്ഷയെക്കുറിച്ചായി പറയുന്നത്, അല്ല നമ്മൾ നേരത്തെ വായിച്ച വിശ്വാസത്തിൻ്റെ പരിശോധനയല്ല അല്ലേ. ആദ്യം നമ്മൾ വായിച്ചല്ലോ, ആദ്യത്തെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് പരീക്ഷ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പരിശോധന. ഇത് വിശ്വാസത്തിൻ്റെ പരിശോധന അല്ല, ഇത് പാപം ചെയ്യാനുള്ള പ്രലോഭനത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ദൈവത്തിനില്ല ഒന്നാമതായിട്ട്. അതുകൊണ്ട് തന്നെ ദൈവം ആർക്കും
അത് കൊടുക്കുന്നുമില്ല, അല്ലേ? അപ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ എന്ന് 13-ാമത്തെ വാക്യം മലയാളത്തിൽ പറയുമ്പോൾ അത് നമ്മൾ ഒന്ന് തിരുത്തി വായിക്കണം. പ്രലോഭിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പ്രലോഭിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്, കാരണം ദൈവം ദോഷങ്ങളാൽ പ്രലോഭിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പ്രലോഭിക്കുന്നതുമില്ല. പ്രലോഭിക്കുന്നത് പിശാചിൻ്റെ പണിയാണ്, ദൈവത്തിൻ്റെ പണിയല്ല, അല്ലേ? ദൈവം ഒരിക്കലും നമ്മളെ പാപത്തിലേക്ക് തള്ളിവിടുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ ഒന്നാമതായിട്ട് കാഴ്ചപ്പാട് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഇതാണ്. പ്രലോഭനം ദൈവം കൊണ്ടുവരുന്നതല്ല, ദൈവം രക്ഷകനാണ്. പിന്നെ അടുത്ത 2 വാക്യങ്ങൾ ഈ പ്രലോഭനത്തിൻ്റെ വിഷയം എടുത്തു പറഞ്ഞതുകൊണ്ട് യാക്കോബ് പറയുകയാണ്, എങ്ങനെയാ പിന്നെ പ്രലോഭനം കടന്നു വരുന്നേ? ഓരോരുത്തൻ പ്രലോഭിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. അപ്പോൾ പ്രലോഭനം വന്നിട്ട് എനിക്ക് പ്രലോഭനം വളരെ എന്താ പറയുക ശക്തിയുള്ളതായിട്ട് എന്നെ സ്വാധീനിക്കുവാൻ കഴിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇത് അകത്തുനിന്ന് ഉളവായി വന്നതാണ്, അല്ലേ? എനിക്ക് അകത്തൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട്? മോഹങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടോ, സ്വന്തമോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ടു, അല്ലേ? ഇപ്പോൾ ലോകത്തിൽ പ്രലോഭനമുണ്ട്, പിശാചിൻ്റെ പ്രലോഭനമുണ്ട്. ഇതൊക്കെ എനിക്ക് എന്തുകൊണ്ടാണ് ബാധിക്കുന്നത്? എനിക്കിതിനോടൊക്കെ ഇഷ്ടമുണ്ട്, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആർക്കെങ്കിലും പ്രലോഭിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് പ്രലോഭനം വരുന്നുണ്ട് ഈ ഹോളി വരുമ്പോൾ ഈ തറയൊന്ന് നക്കിയാൽ കൊള്ളാമെന്ന്? ആർക്കും വരാറില്ലേ ആ പ്രലോഭനം? എനിക്ക് മാത്രമേ ഉള്ളൂ അത്? ആർക്കും വരാറില്ല. എന്തുകൊണ്ടാണ്? ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമായുണ്ട്. അപ്പോൾ പ്രലോഭനം എപ്പോഴും എന്തായിരിക്കും? എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള കാര്യങ്ങളോടായിരിക്കും. പണം, അല്ലേ? സുഖം, പാപം, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള, അല്ലാതെ ആർക്കും ഇഷ്ടമില്ലാത്തത് എനിക്ക് അത്ര ഇഷ്ടമില്ല പക്ഷെ ഭയങ്കര അങ്ങനെ പറയരുത്, അത് കള്ളമായി പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ അല്ലേ? ഉള്ളിൽ സ്വന്തമോഹമുള്ളത് കൊണ്ട് നമുക്ക് അതിനോട് ആകർഷണം വരുന്നു. ആകർഷണം വരുന്നതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? വശീകരിച്ചു കൊണ്ട് നമ്മളെ കൊണ്ടുപോകുന്നു. അങ്ങനെ മോഹം നമ്മുടെ ഉള്ളിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്താകും? അത് പാപത്തെ പ്രസവിക്കും, അല്ലേ? അതൊരു കുഞ്ഞിങ്ങനെ വളർന്നു വരുന്ന പോലാണ്. നമ്മളിങ്ങനെ താലോലിച്ച് വളർത്തി ഒരു സമയം കഴിയുമ്പോൾ അത് പ്രസവിക്കും. പാപം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മരണത്തെ അത് പ്രസവിക്കും, അല്ലേ? മരണം എന്ന് പറയുമ്പോൾ ദൈവമായിട്ടുള്ള കൂട്ടായ്മ അത് തീർക്കും, അല്ലേ? അത് നമ്മുടെ അനുഭവത്തിലും അത് തന്നെ. പാപത്തിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ നിത്യതയിലും നമുക്ക് മരണം സംഭവിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വേർപെട്ടു പോകും. അപ്പോൾ ഇങ്ങനെയാണ് പ്രലോഭനം വരുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ 17-ാമത്തെ വാക്യം, സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുതേ. ഇവിടെ എന്താ ഈ വഞ്ചിക്കപ്പെടരുതേ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം? ഇതൊന്നും നിങ്ങൾ ദൈവം കൊണ്ടുവന്നതാണെന്ന് ചിന്തിക്കരുത്. പലപ്പോഴും ഈ കഷ്ടത വരുമ്പോൾ കഷ്ടതയുടെ നടുവിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നവും ദൈവമാണ് നമ്മൾ വിചാരിക്കും, അല്ലേ? പരീക്ഷയുടെ സമയം, പരിശോധനയുടെ സമയം പ്രലോഭനങ്ങൾ ഏറും. അതറിയാമോ? ദൈവം നിങ്ങളെ കൊള്ളാകുന്നവനാകാൻ നോക്കുമ്പോൾ പിശാച് വെറുതെ ഇരിക്കുമോ? ജഡം വെറുതെ ഇരിക്കുമോ? ലോകം വെറുതെ ഇരിക്കുമോ? ഇല്ല. അപ്പോഴാണ് പോരാട്ടം. ദൈവം നോക്കുകയാണ് ഇവനെ നമുക്ക് നല്ലൊരു ആരാധകനാക്കി എടുക്കണം, നല്ല ഭക്തനാക്കി എടുക്കണം. പിശാച് പറയും അതൊന്നും വേണ്ട, അല്ലേ? കഷ്ടതയുടെ സമയത്ത് നീ സഭയിലൊക്കെ പോകുന്നുള്ള അത് മതി, വീട്ടിൽ പോയിട്ട് പാപം ചെയ്തു, അല്ലേ? പാപത്തിൻ്റെ പ്രലോഭനമുള്ള സമയമാണ് പരിശോധന. അപ്പോൾ കണ്ടോ, ഈ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നവും എനിക്ക് ദൈവത്താൽ വന്നെന്ന് പറയരുത്. ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു അല്ലെ പ്രലോഭിക്കപ്പെടുമെന്ന് ആരും പറയരുത്. അത് തെറ്റായ കാഴ്ചപ്പാടാണ്. അത് വിട്ട് ഉപേക്ഷിക്കണം. എന്നിട്ട് 17 മുതലാണ് ശരിയായ കാഴ്ചപ്പാട്. ഞാൻ കഷ്ടതയുടെ നടുവിൽ ഓർത്തിരിക്കേണ്ട ശരിയായ കാഴ്ചപ്പാട്. എന്താണ് ആ ശരിയായ കാഴ്ചപ്പാട്? എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഇതാണ് കഷ്ടതയുടെ നടുവിൽ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ശോധനയുടെ നടുവിൽ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒന്ന്, നമ്മുടെ ദൈവം നല്ലവനാണ്. കാരണം അവൻ എന്താ നൽകുന്നത്? നല്ല ദാനവും തികഞ്ഞ വരവും. കണ്ടോ, നല്ലതും തികഞ്ഞതുമാണ് ദൈവം തരുന്നത്. അല്ലാതെ ഈ കഷ്ടത ഞാൻ നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നിന്നെ ഒന്ന് തൊലയ്ക്കാനാ, നിന്നെ ഒന്ന് മുടിപ്പിക്കാനാ. നമ്മുടെയൊക്കെ ചില ദൈവസങ്കല്പം ചില സമയത്ത് അങ്ങനെയാണ്. എന്നെ അടിച്ചു കൊല്ലാനായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. അല്ല, നല്ല തികഞ്ഞ ദാനവും വരവും നൽകുന്ന പിതാവാണ് നിൻ്റെ ദൈവം. അല്ലാതെ ദുഷ്ടൻ പറയുന്ന പോലെ ഒരു ക്രൂരനല്ല ദൈവം. പിതാവാണ് ദൈവം. നമ്മൾ പലപ്പോഴും അതൊന്നും ഓർക്കാറില്ല. ഈ കഷ്ടതയുടെ സമയത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഉടനെ നമുക്ക് ദൈവത്തെക്കുറിച്ച് അങ്ങനെ വലിയ പിതാവാണ്, സ്നേഹവാനാണ്, ഉയരത്തിൽ നിന്ന് നല്ലതും തികഞ്ഞതും നൽകുന്നവനാണെന്ന് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാനൊന്നും പറ്റത്തില്ല.
നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അവിശ്വാസവും ദുഷ്ടതയും പിന്നെ പിശാചിൻ്റെ നുണയും പിന്നെ സാഹചര്യങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ പടർത്തുന്ന ഭീതിയും ഭയവും എല്ലാം കാരണം നമുക്ക് ദൈവത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാട് ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞു തരുന്നത്, ആരാണ് ഈ ദൈവം? നിങ്ങൾ ഇപ്പോൾ ഈ കഷ്ടതയുടെ തീച്ചൂളയിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന ദൈവം ആരാണ്? നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഈ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇത്? ആത്മാർത്ഥതയോടെ, അല്ല ചുമ്മാ ഇത് വെറും മന്ത്രമല്ല കേട്ടോ ഈ പഠിപ്പിക്കുന്നത്. ആത്മാർത്ഥതയോടെ പോയിട്ട് ദൈവം നല്ലവനാണെന്ന് ഏറ്റുപറഞ്ഞ് സ്തുതിച്ചിട്ടുണ്ടോ? തീ ഇറങ്ങും, തീ ഇറങ്ങും. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുക, ഏറ്റവും വേദനയെ കുത്തിക്കൊണ്ടിരിക്കുക ദൈവം മുള്ളുകൊണ്ട്. അപ്പോഴും ഞാൻ വചനം പറയുന്ന സത്യമാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ സാഹചര്യങ്ങൾ പറയുന്ന നുണയൊക്കെ മാറ്റി വെച്ച് എൻ്റെ ദൈവം നല്ലവനാണെന്നൊന്ന് ഏറ്റു പറഞ്ഞു നോക്കിക്കുക, അവിടെ തീ ഇറങ്ങും. അവിടെ ഭക്തിയുടെ എന്താ പറയുക, ശക്തമായ വ്യാപാരങ്ങൾ സംഭവിക്കും അല്ലേ? നമ്മുടെ 136 സങ്കീർത്തനമൊക്കെ എടുത്ത് വെച്ച് വായിക്കണം. എല്ലാ ഈരടി എന്തുവാ? യഹോവ നല്ലവൻ, അവൻ്റെ വിശ്വസ്തതയോ എന്നേക്കുമുള്ളത് അല്ലേ? അത് നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നമ്മൾ നേറ്റ് പറയണം, എൻ്റെ ദൈവം നല്ലവനാണ്, എൻ്റെ ദൈവം നല്ലവനാണ്. അല്ലാതെ ഇതെന്നെ തൊലയ്ക്കാൻ കൊണ്ടുവന്നതല്ല, എന്നെ മുടിക്കാൻ കൊണ്ടുവന്നതല്ല. എൻ്റെ ദൈവത്തിന് നല്ല ഉദ്ദേശമാണ്. നിത്യതയിൽ ഞാൻ നേട്ടങ്ങൾ കൊയ്യുവാൻ വേണ്ടി എൻ്റെ ദൈവം എനിക്ക് അറിഞ്ഞ് എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നതാണ് ഈ കഷ്ടതയെന്ന് തിരിച്ചറിഞ്ഞ് പറയുന്നവനാണ് ഭക്തൻ. അങ്ങനെയുള്ളവൻ്റെ വിശ്വാസം പരീക്ഷ സഹിക്കുന്ന വിശ്വാസമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവം നല്ലവനാണ്, അവൻ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും നൽകുന്ന പിതാവാണ്. രണ്ടാമതായിട്ട് അവന് മാറ്റമില്ലാത്തവനാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, അത് മലയാളം ബൈബിൾ വളരെ കടുകട്ടിയ, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഇതൊന്നും മലയാളത്തിൽ ആരും വായിക്കാത്ത വാക്കുകളാണ്. ആച്ഛാദനം അല്ലേ? ആച്ഛാദനത്തിൻ്റെ അർത്ഥം അറിയാവോ? ആച്ഛാദനം എന്ന് പറഞ്ഞാൽ ഒരു മൂടുപടമിട്ട് മറയ്ക്കുന്നതിനെയാണ് ആച്ഛാദനം എന്ന് പറയുന്നത്. മറയ്ക്കുക, ഒളിക്കുക, ഇതിനെയാണ് ആച്ഛാദനം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഗതിഭേദത്താലുള്ള ആച്ഛാദനം. അപ്പോൾ അതിന് ഗതിഭേദം എന്താണെന്ന് തന്നെ അറിയണം അല്ലേ? അവസ്ഥകൾ മാറുന്നതിനെയാണ് ഗതിഭേദം എന്ന് പറയുന്നത്. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറി, അപ്പോൾ അവസ്ഥാന്തരങ്ങളിൽ ഉളവാകുന്ന മങ്ങിപ്പോക്ക് നമ്മുടെ ദൈവത്തിനില്ല. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, നല്ല കാലം വരുമ്പം സുഹൃത്തുക്കളൊക്കെ കാണും, കഷ്ടതയുടെ കാലത്ത് ആരും കാണത്തില്ല, തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്ന് പറയും അല്ലേ? അങ്ങനെ അവസ്ഥകൾ മാറുമ്പോൾ മങ്ങിപ്പോകുന്നവനല്ല ദൈവം എന്നാണ് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. അവന് വികാരമില്ല. വികാരം എന്നുള്ള ആ ഒരു തർജ്ജിമയോട് എനിക്ക് യോജിപ്പില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് അവന് മാറ്റമില്ല എന്നുള്ളതാണ്. മാറ്റമില്ലാത്തവനും അവസ്ഥാന്തരങ്ങളാൽ മങ്ങിപ്പോകാത്തവനുമായ നിരന്തരം ഒരുപോലിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. വാക്കുമാറാത്ത ദൈവം. അതായത് ഏത് കാലഘട്ടമായാലും, നല്ല കാലമായാലും ചീത്ത കാലമായാലും കഷ്ടതയുടെ കാലമായാലും അനുഗ്രഹത്തിൻ്റെ കാലമായാലും ദൈവം എന്നാളും നല്ലവൻ തന്നെ. അല്ല, നമ്മൾ ചിലപ്പോൾ പറയണല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവമായിട്ട് വളരെ നല്ല അനുഭവമായിരുന്നു, ഇപ്പോൾ കഷ്ടതയൊക്കെ വന്നപ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ മാറി, ദൈവം മാറിയില്ല. അന്ന് നിങ്ങളെ സ്നേഹിച്ച അതേ ദൈവം തന്നെ ഇന്നും. ദൈവത്തിന് മാറ്റം വരുന്നില്ല, ദൈവത്തിന് മാറ്റം വരുന്നില്ല. മൂന്നാമത്, അതാണ് ഏറ്റവും കാതലായ കാര്യം. അപ്പം ദൈവം നല്ലവനാണ്, ദൈവത്തിന് മാറ്റമില്ലാത്തവനാണ്. മൂന്നാമതായിട്ട് 18-ാം വാക്യം, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു, അല്ലെ ജനിപ്പിച്ചിരിക്കുന്നു. എന്താണ് പഠിക്കേണ്ടത്? നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവം കനിഞ്ഞ വചനത്താൽ നമുക്ക് വീണ്ടും ജനനം തന്നതാണ്. ഇങ്ങനെയാണ് വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവഭക്തൻ കഷ്ടതയുടെ താഴ്വരയിലൂടെ പോകുന്നത്. എൻ്റെ ദൈവം നല്ലവനാണെന്ന് പറയുമ്പോൾ പിശാചെന്ന് പറയും, എന്തുവാടാ നിൻ്റെ സാഹചര്യത്തിലൊന്നും ഒരു നന്മയും കാണാനില്ലല്ലോ, നീ മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഈ പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ പുറത്ത് വേറൊരു പ്രശ്നം, അതിൻ്റെ പുറത്ത് ഈ പ്രശ്നം, എന്നിട്ട് നീ പറയുക ദൈവം നല്ലവനാണ്. അപ്പോൾ തിരിച്ചു പറയാൻ എന്തോ വേണം? എൻ്റെ ദൈവം എനിക്ക് വീണ്ടും ജനനമെന്ന അനുഗ്രഹം നൽകി. അതിപ്പര ഒരു നന്മ വേറെ ഇല്ല. എനിക്ക് ചിലപ്പോൾ ഭൂമിയിൽ ഇതില്ലായിരിക്കും അതില്ലായിരിക്കും, പക്ഷെ വീണ്ടും ജനനം എനിക്ക് ദൈവം തന്നു. ദൈവത്തിൻ്റെ നന്മയുടെ പ്രദർശനമായിട്ട്, അതിൻ്റെ ഏറ്റവും എന്താ പറയുക ഉന്നത ഭാവമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, തിരുവെഴുത്തുകളിൽ എവിടെയും എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് രക്ഷ എന്ന ദാനം ലഭിച്ചിരിക്കുന്നു. റോമാലേഖനം 5:8 വായിച്ചേ. റോമർ 5:8. നാം പാപികളായിരിക്കുമ്പോൾ, അവൻ്റെ ശത്രുക്കളായി, അവൻ്റെ ക്രോധത്തിൻ്റെ കീഴിൽ കിടക്കുമ്പോൾ തന്നെ, അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ച് അവനെ പ്രസാദിച്ചപ്പോഴല്ല,
നമ്മൾ കുറേ പൂജയൊക്കെ ചെയ്ത് അവന് ആരാധനയൊക്കെ അർപ്പിച്ച് അവന് ഇച്ചിരി ഇഷ്ടം തോന്നിയപ്പോഴല്ല, നമ്മളെ ഒന്നിനും കൊള്ളാത്ത പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നു ദൈവക്രോധം സഹിച്ച് ക്രൂശിൽ മരിക്കയാൽ ദൈവം തൻ്റെ സ്നേഹം അതിലൂടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഡെമോൺസ്ട്രേഷൻ, ദ ഡെമോൺസ്ട്രേഷൻ. ഇതിൽ പരം ഒരു പ്രദർശനം വേറെ ഇല്ല, അല്ലേ? അല്ലാതെ നമ്മളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് വെച്ചിട്ട് തീരുമാനിക്കാൻ ദൈവം സ്നേഹിക്കുന്നവനാണോ അല്ലേന്ന്, അങ്ങനല്ല. നമ്മുടെ സാഹചര്യങ്ങളിൽ ഇനി ദൈവം തെളിയിക്കുകയൊന്നും വേണ്ട, ദൈവം ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. ആത്യന്തികമായിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നവനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു, അല്ലേ? എങ്ങനെ തെളിയിച്ചു? ക്രൂശിൽ അവൻ വന്ന് മരിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മളെ രക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ദൈവം നല്ലവനാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണ്. ഇത് ഈ കഷ്ടതയുടെ നടുവിൽ, കഷ്ടതയുടെ സാഹചര്യങ്ങൾ നമ്മളോട് നുണ പറയുമ്പോൾ ദൈവത്തിനെതിരെ കയ്പ് വെച്ച് പുലർത്താനും ദൈവം അങ്ങനെയാണ് പിന്നെ പ്രാർത്ഥനയൊന്നും വേണ്ട, ഈ ദൈവം ഇങ്ങനെയൊക്കെയാണ് പിന്നെ പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞ് പിന്മാറ്റത്തിലേക്ക് പിശാച് വിളിക്കുമ്പോൾ നമ്മൾ ഏറ്റുപറയേണ്ടതാണ്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണ്, നല്ലവനാണ്, പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഏതാ പ്രദർശനം? കാൽവറി ക്രൂശിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് ദൈവത്തോട് നമ്മൾ വെച്ച് പുലർത്തേണ്ട ശരിയായ കാഴ്ചപ്പാട്. അവൻ വചനത്തിലൂടെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, അവൻ തൻ്റെ ഇഷ്ടം ഹേതു, അവന് ഇഷ്ടം തോന്നിയോണ്ട. അവന് ഇഷ്ടം തോന്നിയില്ലായിരുന്നേ നമ്മളൊന്നും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. തക്ക സമയത്ത് വചനമയച്ച് എൻ്റെ ഉള്ളത്തിൽ പുതുജീവൻ പകരുവാൻ അവൻ ഇഷ്ടം തോന്നി. അവൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കണമെന്ന് അവന് ഇഷ്ടം തോന്നി, അല്ലേ? നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട അതുകൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടം തോന്നി. നിങ്ങൾ രക്ഷിക്കപ്പെടുകയും നിങ്ങളുടെ അയൽക്കാരൻ രക്ഷിക്കപ്പെടാത്തതിൻ്റെ കാരണം എന്താ? എന്നോട് ദൈവത്തിന് കനിവ് തോന്നി, അവന് ഇഷ്ടം തോന്നി, അല്ലേ? നാളെ ചിലപ്പോൾ എൻ്റെ അയൽക്കാരനോട് അവന് ഇഷ്ടം തോന്നി, അവരും രക്ഷിക്കപ്പെടുമായിരിക്കും. അങ്ങനെ അവനായിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവത്തിന് ഇഷ്ടം തോന്നി അവൻ്റെ വചനത്തെ അയച്ച് എൻ്റെ ഉള്ളത്തിൽ വീണ്ടും ജനനം നൽകിയിരിക്കുന്നു. അത് ഓർത്തു കൊള്ളണം. അല്ലാതെ ദൈവം എന്നെ പരീക്ഷിക്കുന്നു, ദൈവം എന്നെ പ്രലോഭിക്കുന്നു, ദൈവം എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു എന്ന് നമ്മൾ ആദ്യം 13-ാമത്തെ വാക്യത്തിൽ കേട്ടതുപോലെ പറയരുത്. ഇതാണ് 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത്. സാഹചര്യ സമ്മർദ്ദം കാരണം, കഷ്ടതയുടെ തീക്ഷ്ണത കാരണം വഞ്ചിക്കപ്പെടരുത്. ശരിയായ ദൈവിക ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ നിലനിർത്തണം. എന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ച സ്നേഹവാനായ, മാറ്റമില്ലാത്ത നല്ലവനായ പിതാവാണ് എൻ്റെ ദൈവം, വെളിച്ചങ്ങളുടെ പിതാവായ ദൈവം. അതുകൊണ്ട് നിങ്ങളാരും നിങ്ങളുടെ കഷ്ടതയുടെ തീക്ഷ്ണതയിൽ അനുഭവിക്കുന്ന പ്രലോഭനങ്ങളുടെയും സാഹചര്യ സമ്മർദ്ദത്തിൻ്റെയും നുണകൾ വിശ്വസിക്കരുത്. പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. അതൊക്കെ വിശ്വസിച്ച് ദൈവത്തിന് പിന്നെ ഉദ്ദേശമൊന്നുമില്ലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പല തെറ്റായ വഴികളിലൊക്കെ പോയി പിന്നെ പിശാചിൻ്റെ വഴികളിലൊക്കെ പോകുന്നത്, അല്ലേ? അബ്രഹാം തന്നെ കാത്തിരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ മടുത്ത് ഇനി ദൈവത്തിനൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചപ്പോഴാണ് ഹാഗാർ എന്ന് പറഞ്ഞ ആ സംഭവം മുഴുവൻ ഉണ്ടായത്, അല്ലേ? കുറുക്കു വഴി കൂടെ പോയി. അത് കാരണം ഇന്നും നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ കണ്ടോ, അതുകൊണ്ട് കാത്തിരിപ്പ്, മടുക്കുന്നു, മുഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവിക കാഴ്ചപ്പാടിൽ നിന്ന് മാറിപ്പോകരുത്. തീർന്നില്ല, 19-ാമത്തെ വാക്യം, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അതറിയുന്നുവല്ലോ. ഇതറിയണം, ഈ പറഞ്ഞതെല്ലാം അറിയണം. ദൈവം നല്ലവനാണ്, മാറ്റമില്ലാത്തവനാണ്, ഏതവസ്ഥകളിലും ഒരുപോലുള്ളവനാണ്. അവന് ഇഷ്ടം തോന്നിയിട്ട് എന്നെ വീണ്ടും ജനിപ്പിച്ചവനാണ്, നിത്യമായിട്ട് എന്നെ സ്നേഹിക്കുന്നവനാണ്, നിത്യമായിട്ട് എന്നെ അനുഗ്രഹിക്കുന്നവനാണ് എന്ന് ഇത് കഷ്ടതയുടെ താഴ്വരയിൽ പരീക്ഷ സഹിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ ഇതാണ് ഒരു വാക്യം. ഇത് ഒരിക്കൽ പോലും ഈ പശ്ചാത്തലത്തിൽ വായിച്ചു കേൾക്കാറില്ല, അല്ലേ? എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ, അല്ലേ? പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുള്ള നിങ്ങൾക്ക് ബഹുഭൂരിപക്ഷത്തിനും അറിയാം. ഇത് പൊതുവേ വായിച്ചു കേൾക്കുന്നത് ഈ ഒരു പശ്ചാത്തലമായിട്ടൊരു ബന്ധവും ഇല്ലാതെ തമ്മി നമ്മൾ കേൾപ്പാൻ എന്താ പറയുക, വേഗതയും പറവാൻ ഇത് അതിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർ തമ്മിലുള്ള സംസാരത്തിൽ പാലിക്കേണ്ട കാര്യമായിട്ടല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേൾപ്പാൻ വേഗത ആരോട്? ദൈവത്തോട്. പറവാൻ താമസം ആരോട്? ദൈവത്തോട്. കോപത്തിന് താമസം ആരോട്? ദൈവത്തോട്. പരീക്ഷ സഹിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ദൈവത്തിനടുത്ത് പോയിട്ട് കുറേ അങ്ങോട്ട് പറയാമെന്ന്, അല്ലേ? നമുക്ക് കേൾക്കാനൊന്നും ഒരു സമയമില്ല. ഇത്രയും കഷ്ടത്തെ കൂടെ പോകുമ്പോൾ ദൈവം പറയാം, സാവധാനം ഒന്ന് ഇരുന്ന് ഞാൻ കുറച്ച് സംസാരിക്കട്ടെ. അയ്യോ, ഞാൻ വേദനയെടുത്ത് ഭ്രാന്ത് പിടിച്ച് എനിക്ക് ഇരിക്കുമ്പോഴാണ് നീ മിണ്ടാതിരി, ഞാൻ സംസാരിക്കട്ടെ എന്ന്. കേൾപ്പാനൊന്നും ഒരു വേഗതയില്ല കഷ്ടതയുടെ താഴ്വരയിൽ, അല്ലേ?
പറവാനാണല്ലോ ഒരു താമസവും ഇല്ല. നമ്മൾ അങ്ങോട്ട് പറയും, കർത്താവ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ, എൻ്റെ പ്രയാസങ്ങൾ കണ്ടില്ലേ, ഒന്നിൻ്റെ മേലിൽ ഒന്ന് പ്രയാസം ഞാൻ കടന്നു പോകുന്ന കണ്ടില്ലേ, എനിക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രയാസം, നീ വേറെ എല്ലാവർക്കും കൊടുത്തല്ലോ, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഈ ദുഃഖം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിതാപം പറയാൻ നമുക്കൊരു വലിയ ലിസ്റ്റ് ഇരിപ്പുണ്ട് ദൈവത്തോട് പറയാൻ. കോപത്തിനാണേലും ഒരു കുറവുമില്ല. ദൈവം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതിൽ പൂർണ്ണ സംതൃപ്തിയുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പൂർണ്ണ സംതൃപ്തി, ഇങ്ങനെ തന്നെ മതി കർത്താവ്, ഒന്നും മാറ്റണ്ട എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇത് വേണ്ടായിരുന്നിത്, കൊള്ളാം, ഒരു 60% കൊള്ളാം അല്ലേ, നമുക്ക് കയ്പാണ്, ഇതെന്തോന്ന് ദൈവത്തിൻ്റെ വഴി, ഇങ്ങനൊന്നും അല്ല ജീവിതം നടത്തേണ്ടത് ദൈവമേ, അല്ലേ, ഇങ്ങനൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്തി, ഇതൊന്നും വേണ്ട, ഇതൊക്കെ ആര് കണ്ടുപിടിച്ചതൊക്കെ, അല്ലേ? നമുക്ക് കോപമാണ് ഉള്ളിൽ. അപ്പോഴാണ് പറയുന്നത്, പ്രിയ സഹോദരന്മാരെ, നിങ്ങളത് അറിയുന്നുവല്ലോ, എന്നാൽ, കണ്ടോ, ആ എന്നാലിനൊരർത്ഥമുണ്ട്. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, സാഹചര്യ സമ്മർദ്ദം കാരണം വഞ്ചിക്കപ്പെടാതെ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് സൂക്ഷിക്കുന്നവരാണെങ്കിൽ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മുൻപാകെ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവരായിരിക്കട്ടെ. ദൈവത്തോടുള്ള ദേഷ്യവും കോപവും എല്ലാം മാറ്റിവെക്കണം, എല്ലാം മാറ്റിവെക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ മൗനമായി ഇരുന്ന് അവൻ പഠിപ്പിക്കുന്ന കാര്യം കേൾക്കാൻ പഠിക്കണം. അത് അപ്പോഴേ കഷ്ടതയുടെ താഴ്വരയിൽ പഠിക്കത്തുള്ളൂ. പലരും ഈ കഷ്ടതയുടെ താഴ്വരയിൽ ഒന്നും പഠിക്കാത്തെന്ന് വെച്ചാൽ ഒന്നും കേൾക്കുന്നില്ല ദൈവത്തിന്. സാവധാനത്തിലിരുന്ന് കേൾക്കാൻ പഠിക്കണം, അല്ലേ? എന്നിട്ട് ആ കോപത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് 20ാമത്തെ വാക്യത്തിൽ, മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. നമുക്ക് പലപ്പോഴും ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ ഇത് സൊല്യൂഷനായി കർത്താവേ, പരിഹാരമൊക്കെ നമുക്ക് തന്നെ അറിയാം. ദൈവം അവർക്കിട്ട് 2 അടി കൊടുത്തേച്ച് ഇവിടെ ഒരു പ്രശ്നം ചെയ്താൽ സോൾവ് ആയ ദൈവമേ, അല്ലേ? എന്നാൽ നമുക്ക് ദേഷ്യമാണ്, ഇത് ചെയ്യുന്നില്ലല്ലോ ദൈവം, അല്ലേ? ഇവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ട് അവിടെ ഒരു അടി കൊടുത്തിട്ട് അയാളെ കൊന്നു കളഞ്ഞാൽ മതി, പിന്നെ ആ കുടുംബം രക്ഷപ്പെട്ടു. നമ്മൾ തന്നെയെല്ലാം ദൈവത്തിന് ആലോചന പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മൾ വന്ന് റോമാലേഖനം 11 അവസാനവും വായിക്കും, ദൈവത്തിന് ആലോചന പറയുന്നവനാർ, അല്ലേ? നമ്മൾ സ്ഥിരം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു 95% പ്രാർത്ഥനയും ദൈവത്തിന് ആലോചന പറഞ്ഞു കൊടുക്കുക. ദൈവം നിനക്ക് വിവരമൊന്നുമില്ല, ഞങ്ങൾ പറഞ്ഞു തരാമെന്നേ, അല്ലേ? ആ കോപം എന്ത് ചെയ്യത്തില്ല? മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന പദ്ധതി നിവർത്തിക്കാൻ എൻ്റെ കോപം കൊണ്ട് കഴിയത്തില്ല. നമ്മളീ പലപ്പോഴും ഈ പരീക്ഷയുടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് നീണ്ടു നിൽക്കുന്ന ശോധനകൾ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ദേഷ്യമാണ്, അല്ലേ? നമ്മൾ തൊട്ടാ പൊട്ടും അങ്ങനത്തെ രീതിയിൽ കൂടെ പോകുന്നത്. പ്രത്യേകിച്ച് ഈ നീണ്ടു നിൽക്കുന്ന ശോധന, വർഷങ്ങളായിട്ടും ഈ വിഷയത്തിൽ ദൈവം ഒന്നും ചെയ്യുന്നില്ല, പുറമേ നോക്കിയാൽ, അല്ലേ? അത് നമുക്ക് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യമാണ്. അതൊന്നും തൊട്ടാൽ മതി, അതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് 7 അയലത്തോടെ എന്തെങ്കിലും ഒന്ന് പരാമർശിച്ചാൽ മതി, പൊട്ടിത്തെറിയായി, അല്ലേ? അയാൾ പോലും ചിന്തിക്കും, ഇയാളെങ്ങനെ ദേഷ്യപ്പെട്ടെ, അല്ലേ? ഇതൊക്കെ സഭയ്ക്കകത്ത് നടക്കുന്ന, ഞാൻ കാര്യമായിട്ട് എക്സാമ്പിളൊന്നും പറയുന്നില്ല, കാരണം അതൊക്കെ ഒരുപാട് പ്രശ്നമാവും. പിന്നെ മനുഷ്യൻ്റെ കോപം ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ഈ ഇറിറ്റേഷൻ, ഈർഷ, അല്ലേ? ചില ആണുങ്ങളുണ്ട്, തൊട്ടാൽ മതി ഭയങ്കര ദേഷ്യമാണ്, കാരണം അവർ വേറെ പല കാര്യത്തിലും നിരാശ കൊണ്ടിരിക്കുക. ഈ ദേഷ്യപ്പെട്ട വ്യക്തിയോട്, പൊതുവെ ഭാര്യമാരായിരിക്കും, ഈ വ്യക്തിയോട് പ്രത്യേകിച്ച് ഒരു ദേഷ്യവും ഇല്ല, വേറെ പല വിഷയത്തിലും തലപുകഞ്ഞിരിക്കുമ്പോൾ പോയൊന്ന് തൊട്ടു, അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് പൊട്ടിത്തെറി കൊടുത്തു, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുന്നില്ല എന്നും പറഞ്ഞ് മനുഷ്യൻ കോപം വെച്ചിട്ട് കാര്യമില്ല. നീ കോപപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, അത് സമയത്ത് ദൈവം ചെയ്തോളും. തക്ക സമയത്ത് ശീഘ്രമായ യഹോവ പ്രവർത്തിക്കുമെന്ന് യെശയ്യാവിലൊരു വാക്യമുണ്ട്. അതൊക്കെ ദൈവത്തിന് സമയവും കാര്യവും എല്ലാം അറിയാം. ദൈവം സർവജ്ഞാനിയാണ്, ദൈവം നല്ലവനാണ്. നിങ്ങൾക്ക് ഇന്ന് ലഭിക്കേണ്ട എല്ലാ നന്മയും ദൈവം നൽകും. അത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ഇന്ന് ആവശ്യമുള്ള എല്ലാ നന്മയും ദൈവം തടയാതെ എനിക്ക് നൽകിയിരിക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ അതെനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ദൈവം തരാത്തത്. അയ്യോ, അത് 10 വർഷമായിട്ട് നീ കാത്തിരിക്കുന്ന വിഷയമല്ലേ, 10 വർഷമായിട്ട് കാത്തിരിക്കുന്നതാണേലും ഇന്ന് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് എൻ്റെ അപ്പം തരുന്നില്ല, അത്രയേ ഉള്ളൂ. അവൻ നല്ലവനാണെന്നുള്ള അടിത്തറ ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ എളുപ്പമാണ്. അവൻ നല്ലവനാണോ ചീത്തയാണോ എന്നിങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആദ്യമേ ഇത് പറഞ്ഞത്, അവൻ നല്ലവനാണ്, സകല നല്ലതും തികഞ്ഞതുമായ ദാനങ്ങളും വരങ്ങളും ഉയരത്തിൽ നിന്ന് നൽകുന്ന പിതാവാണെന്ന അടിയുറച്ചൊരു വിശ്വാസമുള്ളവനെ ഈ ദൈവത്തോടുള്ള കോപവും കയ്പും ഒക്കെ വിട്ടുമാറി പറവാൻ താമസവും കേൾപ്പാൻ വേഗതയും കോപത്തിന് താമസമുള്ളവനുമായിരിക്കുവാൻ കഴിയത്തുള്ളൂ. സൗമ്യത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. അപ്പോൾ പരീക്ഷ സഹിക്കുന്ന വിശ്വാസം, ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് വേണം. ശരി, നമുക്ക് മുന്നോട്ട് നീങ്ങാം. 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ
പരീക്ഷ സഹിക്കുന്ന വിശ്വാസം രണ്ടാമതായിട്ട് ദൈവവചനത്തോട് ശരിയായി പ്രതികരിക്കുന്നതായിരിക്കും. ദൈവവചനത്തോട് ശരിയായിട്ട് പ്രതികരിക്കുന്നതായിരിക്കും. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് വേണമെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവവചനത്തോട് ശരിയായ രീതിയിൽ പ്രതികരിക്കണം. അതുകൊണ്ടാണ് 21-ാമത്തെ വാക്യം ആകയാൽ ഇതൊക്കെ ശരിയായിരിക്കുകയാൽ എന്നാണ് ആകയാലിൻ്റെ അർത്ഥം. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. കഷ്ടതയുടെ താഴ്വരയിൽ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് വേണം. അതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യണം? എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. കേട്ടോ, അവിടാണ് വചനം വരുന്നത്. ഈ വിഷയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് മനസ്സിലാക്കി ദൈവത്തോടുള്ള എൻ്റെ ബന്ധം ശരിയായ രീതിയിൽ ക്രമീകരിക്കപ്പെടണമെങ്കിൽ വചനവുമായിട്ട് ഞാൻ ശരിയായ ബന്ധത്തിലായിരിക്കണം. ഞാൻ സൗമ്യതയോടെ അതിനെ കൈക്കൊള്ളണം. സൗമ്യതയോടെ കൈക്കൊള്ളണം. സൗമ്യത എന്നുള്ള ആ വാക്കിനവിടെ വിധേയത്വം എന്നുള്ള, അല്ലെങ്കിൽ സമർപ്പണം എന്നുള്ള, കീഴ്പ്പെടുക എന്നുള്ളൊരർത്ഥമാണ്. നമ്മൾ സാധാരണ സൗമ്യത എന്ന് പറയുമ്പം മനുഷ്യർ തമ്മിലുള്ള സ്വഭാവത്തിൽ ഒരു സൗമ്യത പറയും. അതായത് നല്ല സൗമ്യനായ ഒരു മനുഷ്യൻ, അതായത് ചൂടാവത്തില്ല, എടുത്തടിച്ച് സംസാരിക്കത്തില്ല, വേദനിപ്പിക്കത്തില്ല എന്നൊക്കെ പറയും. ഇത് ആ ഒരു അർത്ഥത്തിലല്ല. സൗമ്യത എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കീഴ്പ്പെടുന്നവൻ, അല്ലേ? സൗമ്യത പൊതുവേ അതാണ്. വേറൊരു വ്യക്തിയെ നമ്മൾ എന്തുകൊണ്ടാണ് ചൂടാവാത്തതും എടുത്തടിച്ച് സംസാരിക്കാൻ? നമ്മൾ കീഴ്പ്പെടുന്ന ഒരു വ്യക്തിയാണ്, അല്ലേ? ഞാൻ എല്ലാവരുടെയും അധികാരിയാന്ന് പറഞ്ഞു നടക്കുന്നവൻ അങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്, അല്ലേ? വളരെ വേദനിപ്പിക്കുന്ന സംസാരിക്കുക. ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നിങ്ങളുടെയും കീഴില്ല, എല്ലാവരുടെയും കീഴില്ല എന്നുള്ള ആളാണെങ്കിൽ സൗമ്യത ഉണ്ട് അയാൾക്ക്. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചിരിക്കുന്നത്. കീഴ്പ്പെടുവാനുള്ളൊരു മനസ്സ്, വിനയം എന്ന് പറയാം, അല്ലേ? താഴ്മ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ വചനത്തിൻ്റെ മുൻപാകെ താഴ്മയോടെ, വിനയത്തോടെ, കീഴ്പ്പെടുന്ന, വിധേയപ്പെടുന്ന മനോഭാവത്തോടെ കൈക്കൊള്ളണം. എങ്കിലേ എന്തുള്ളൂ? പരീക്ഷ സഹിക്കുന്ന വിശ്വാസം ഉള്ളിൽ വരികയുള്ളൂ. ആ വചനത്തിൻ്റെ വിശേഷണങ്ങളാണ് ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം. കണ്ടോ, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിയും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇരുമനസ്സ് വിട്ടുമാറി ഒരു മനസ്സായി ദൈവത്തെ മാത്രം സ്നേഹിക്കുന്ന ഭക്തനായി നിങ്ങൾക്ക് രക്ഷ കടന്നു വരുവാൻ ശക്തിയുള്ളതാണ് ഈ വചനം എന്ന് പറയുമ്പോൾ ഈ പുസ്തകമല്ല. അതുകൊണ്ടാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത് ഉൾനട്ട വചനം. ഷെൽഫിൽ കൊണ്ട് ബൈബിൾ വെച്ചിട്ട് കാര്യമില്ല. ഈ ഷെൽഫിലിരിക്കുന്ന ബൈബിള് ഉള്ളിൽ കയറണം. ഉൾനട്ട വചനം കൈക്കൊള്ളണം. അപ്പം നമ്മൾ ചിലർ ചിന്തിക്കും ഉള്ളിൽ പോയെങ്കിൽ പിന്നെ ഓൾറെഡി കൈക്കൊണ്ടില്ലേ? അതല്ല ഈ പറഞ്ഞിരിക്കുന്നത്. ഉള്ളിലെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത് പുറത്തെ പുസ്തകത്തെക്കുറിച്ചല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച വചനം. അതിനെ എന്ത് ചെയ്യണം? കൈക്കൊള്ളണം, അതിന് വിധേയപ്പെടണം, അതിനെ നിങ്ങൾ പ്രമാണിക്കണം. അതിനോട് ചേർന്ന് അതിൻ്റെ തുടക്കം പറഞ്ഞത് കേട്ടോ, എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട്, അല്ലേ? നമ്മൾ വചനധ്യാനം, നമ്മുടെ ബുധനാഴ്ചത്തെ വചനധ്യാനം തുടങ്ങിയ ദിവസം ഞാൻ 1 പത്രോസിലെ 2-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിച്ചായിരുന്നു, അല്ലേ? വചനം പഠിക്കുവാൻ എങ്ങനെ നിങ്ങൾ കടന്നു വരണ്ടേ? ശിശുക്കളെ പോലെ കടന്നു വന്ന് മായമില്ലാത്ത പാല് കുടിപ്പീൻ എന്ന് പറയുന്നതിൻ്റെ തുടക്കം എന്താ പറഞ്ഞിരിക്കുന്നത്? 5 പാപങ്ങൾ വിട്ടേച്ച് വരണം, അല്ലേ? വചനവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഇത് ആദ്യം പാപമൊക്കെ വിടണം, ദുഷ്ടതയൊക്കെ വിടണം. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? ദുഷ്ടതയുടെ ആധിക്യവും വിടണമെന്ന്, അല്ലേ? എല്ലാം വിട്ടുമാറി നിർമ്മലതയോടെ കടന്നു വന്ന്, അതായത് മാനസാന്തരപ്പെടണമെന്ന് അതിൻ്റെ അർത്ഥം. അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ടുമാറുക എന്ന് പറഞ്ഞാൽ മാനസാന്തരം. നേരത്തെ പറഞ്ഞൊക്കെ മാനസാന്തരപ്പെടാം. അപ്പം ദൈവത്തോട് വെച്ച് പുലർത്തിയ കയ്പ്, തെറ്റിദ്ധാരണ, ദൈവം നല്ലവനല്ല എന്ന് വിശ്വസിച്ചതെല്ലാം ഏറ്റുപറയാം. ഇതൊക്കെ തന്നെ ദുഷ്ടത, അല്ലേ? അതെല്ലാം ഏറ്റു പറഞ്ഞിട്ട് ദൈവമേ നിൻ്റെ വചനം എന്നെ രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കീഴ്പ്പെടാം. ദൈവം ഈ വചനത്തിലൂടെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും. അപ്പോഴും ഞാൻ എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഓർത്ത് കീഴ്പ്പെടണം, അല്ലേ? എനിക്കിഷ്ടമില്ല ഈ പറയുന്നത്, പക്ഷേ നീണ്ട കാലം കഴിയുമ്പോൾ അത് നല്ലതിനാണെന്ന് മനസ്സിലാക്കി, ഭാവിയിൽ എനിക്ക് നന്മ വരുത്തുവാനാണെന്ന് മനസ്സിലാക്കി സൗമ്യതയോടെ കൈക്കൊള്ളണം. ഇനി കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ വരുന്ന ചിന്താഗതി, പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറേ പ്രസംഗം അങ്ങ് കേൾക്കാം, എല്ലാ ലൈവ് സ്ട്രീമും അങ്ങ് ഓണാക്കിയിടാം. അതല്ല. അതുകൊണ്ടാണ് 22-ാമത്തെ വാക്യം, വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ ചതിക്കരുതേ. അല്ലേ? നമ്മുടെ പലരുടെയും ചിന്ത വചനം അങ്ങ് കൈക്കൊള്ളാമെന്ന് പറഞ്ഞാൽ കുറേ അറിവ് അങ്ങ് സമ്പാദിക്കാം, അല്ലേ? നമ്മുടെ പ്രതിമാസ യോഗത്തിലൊക്കെ ഞാൻ എടുത്തു പറയാറുണ്ടല്ലോ, പരീശന്മാരെ പോലെ വചനം പഠിക്കരുത്, അല്ലേ? വചനം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കുറേ വചനമൊക്കെ അങ്ങ് വായിച്ച്, കുറേ പുസ്തകമൊക്കെ വായിച്ച്, അല്ലെ? ചിലരുണ്ട് ഒരു പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള എല്ലാ പുസ്തകവും വാങ്ങിക്കും.
എന്നിട്ട് വല്ല ഗുണമുണ്ടോ? ഇങ്ങനെ വായിച്ച് പഠിച്ചു എന്നിട്ടൊന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് ഞാനൊന്ന് പ്രസംഗിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് പ്രസംഗിച്ചിട്ടും പോകും. അതൊന്നും കൊണ്ടൊരു ഗുണമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, വചനം കേൾക്ക മാത്രം ചെയ്താൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയാണെന്ന്. ആ വാക്ക് ശ്രദ്ധിക്കണം. വചനം കേൾക്കുകയാണെങ്കിൽ നിങ്ങളെ തന്നെ മണ്ടന്മാരാക്കി എന്നല്ല അവിടെ പറഞ്ഞത്, ചതിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ചതി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? നിങ്ങൾ വിചാരിച്ചു ഭക്തി ലഭിക്കും, ഏക മനസ്സാകും, ആരാധകനാകും, ഭക്തനാകുമെന്ന്. ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയാണ്. അതല്ലേ നമ്മളിപ്പോൾ പിള്ളേരോട് എന്ത് പറയും? എല്ലാ പുസ്തകവും വാങ്ങിച്ച് പഠിക്കാതെ പരീക്ഷ എഴുതാതെ ക്ലാസ്സിൽ പോകുന്നവനെല്ലാം നിങ്ങളെ തന്നെ ചതിക്കും. നിങ്ങളുടെ വിചാരം ഇപ്പം SSLC പാസ്സാവും, എഞ്ചിനീയറിംഗ് കിട്ടുമെന്നൊക്കെ. ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഒരു സർട്ടിഫിക്കറ്റും കിട്ടാൻ പോകുന്നില്ല അല്ലേ? ചിലരൊക്കെ ഉണ്ടല്ലോ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി 4 വർഷം പോയി കോഴ്സ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് വരും. 4 വർഷം എന്ത് ചെയ്യുമായിരുന്നു? ചതിക്കുകയായിരുന്നു അല്ലേ? എഞ്ചിനീയർ ആവാൻ പോയിട്ട് ഇഞ്ചി നീര് പോലും ആയില്ല അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയാണ്. പിന്നെന്ത് ചെയ്യണം? അതിനെ ചെയ്യുന്നവരായും ഇരുപ്പീൻ. അപ്പോൾ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വചനം പ്രമാണിക്കുന്നവരായിരിക്കണം, അനുസരണമുള്ളവരായിരിക്കണം. അതിനൊരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമാണ് 23-ാമത്തെ വാക്യം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ഒരാളോടാക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നെന്ന് ഉടനെ മറന്നു പോകുന്നു അല്ലേ? ഇപ്പം ഞാൻ എൻ്റെ കണ്ണാടി നോക്കിയപ്പം വരുന്ന വഴി കാക്ക ഒരു പണി പറ്റിച്ചു എൻ്റെ മുഖത്ത് നോക്കി വെച്ച് അതുപോലെ അങ്ങ് പോയാൽ ഇവന് തലയ്ക്കെന്തോ കുഴപ്പമാണെന്നേ നമ്മൾ പറയത്തുള്ളൂ അല്ലേ? മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ കഴുകിക്കളയും. എന്ന് പറഞ്ഞാൽ നമ്മൾ വചനം വായിക്കുന്നു, ഈ പാപം എനിക്കുണ്ട്, ആ പാപവും എനിക്കുണ്ട്, പ്രസംഗം തീർന്നല്ലേ, ഉണ്ണാം ഇല്ലേ? നമ്മൾ പൊതുവേ ഇതല്ലേ വചനത്തിൽ നിന്ന് കേൾക്കും. ഈ പാപമുണ്ട്, ആ പാപമുണ്ട്, എല്ലാ പാപമുണ്ടോ, ഇവിടെയും കാക്ക തൂറിയിട്ടുണ്ടോ, അവിടെയും കാക്ക തൂറിയിട്ടുണ്ടോ, ശരി, ആമേൻ, യോഗം തീർന്നു, ഹലോ ബ്രദർ ഹൗ ആർ യു, ഇന്നലെ കണ്ടില്ലല്ലോ, സോഷ്യലൈസിങ് തീർന്നു യോഗം. അങ്ങനെയുള്ളവനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ മൂഢനാണ്, തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് അവൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നു പോകുന്ന കേൾവിക്കാർ, ഫോർഗെറ്റ്ഫുൾ ഹിയറേഴ്സ് അല്ലേ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ? ഇന്ന് നമ്മളിപ്പോൾ വചനം കേട്ടപ്പോൾ, ഇപ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലതും അത് പറഞ്ഞത് ശരിയാണല്ലോ, അത് ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ജയമോഹൻ്റെ നല്ല പ്രസംഗമാണെന്ന് പറയാനല്ല ഇത് ഇവിടെ നടത്തുന്നത് അല്ലേ? അതിനു വേണ്ടിയിട്ടല്ല. എന്ത് ചെയ്യണം? ഇതിനോട് പ്രതികരിക്കണം. ഈ പറയുന്ന വചനം ഞാൻ കൈക്കൊണ്ട് അതിനോട് സൗമ്യതയോടെ വിധേയപ്പെടണം അല്ലേ? ഇപ്പം നിങ്ങളോട് ദൈവം പറയുകയാണ്, നിനക്ക് കോപമുണ്ട്, ഞാൻ നിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതിനോട് നിനക്ക് പൂർണ്ണ സംതൃപ്തിയില്ല, നിനക്ക് കഷ്ടതയുടെ താഴ്വരയിൽ ഇരുന്നിട്ട് ദൈവം നല്ലവനാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. വേറെ ഏതോ പാട്ടുകാരൻ എഴുതിയ പാട്ടൊക്കെ നല്ലപോലെ പാടും, നീ നല്ല ഇമ്പമായിട്ട് പാടും, പക്ഷെ നീ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നില്ല ഞാൻ നല്ലവനാണെന്ന്. അത് നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി തന്നെങ്കിൽ അതിനോട് പ്രതികരിക്കണം. പോയി ഏറ്റുപറഞ്ഞ് ആ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യമൊക്കെ വിട്ടേച്ച്, ദൈവമേ ഞാനങ്ങോട്ട് നീ നല്ലവനാണെന്ന് പൂർണ്ണ ബോധ്യത്തോടെ പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് പറയണം. അത് ചെയ്യാത്തവൻ കണ്ണാടിയിൽ കണ്ടേച്ച് മറന്നും പോയി അല്ലേ? അപ്പോൾ പരീക്ഷ സഹിക്കുന്ന വിശ്വാസം വേണമെങ്കിൽ രണ്ടാമതായിട്ട് അതാണ് ആവശ്യം. വെറുതെ കുറേ മീറ്റിങ്ങിൽ പോവുകയോ കുറേ പ്രസംഗം കേൾക്കുന്നതല്ല, വചനത്തോട് കീഴ്പ്പെടുന്നൊരു ഹൃദയം വേണം. വചനവുമായിട്ടുള്ള ശരിയായ ബന്ധം കടന്നു വരണം. വചനത്തോട് കീഴ്പ്പെടണം. വചനം പറയുന്നത് എത്ര അസൗകര്യം ഉളവാക്കുന്നതാണേലും ഞാൻ അനുസരിക്കുമെന്നുള്ളൊരു ഹൃദയം വേണം. എങ്കിലേ പരീക്ഷ സഹിച്ച് മുന്നോട്ട് പോയി കൊള്ളാകുന്നവനാകാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇല്ല നമ്മൾ വഴി വെച്ച് നിർത്തിപ്പോവും. ഇനി നമുക്ക് സമയം കടന്നു പോകുന്നു, അതുകൊണ്ട് തന്നെ മൂന്നാമതായിട്ടുള്ള കാര്യവും പറഞ്ഞ് അവസാനിപ്പിക്കാം. പരീക്ഷ സഹിക്കുന്ന വിശ്വാസം മൂന്നാമതായിട്ട് ശുദ്ധമായ ഭക്തിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. നമ്മൾ ആദ്യമേ കണ്ടു, പരീക്ഷ സഹിക്കുന്ന ഭാഗ്യവൻ കൊള്ളാകുന്നവനാകുമെന്ന് പറഞ്ഞാൽ അവൻ ഭക്തനാകും അല്ലേ? ഇരുമനസ്സുള്ളവൻ അസ്ഥിരനാകുന്നു. അതിൻ്റെ അർത്ഥം സ്ഥിരതയുള്ളവൻ, ഒരു മനസ്സുള്ളവൻ എന്ന് പറഞ്ഞാൽ ഭക്തൻ എന്നർത്ഥം, ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ പരീക്ഷ സഹിക്കുന്ന വിശ്വാസം മൂന്നാമതായിട്ട് യാക്കോബ് പറയുകയാണ്, ശുദ്ധമായ ഭക്തിയുടെ ഫലങ്ങൾ കായ്ക്കും അല്ലേ? 25 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടുമറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. അപ്പോൾ കേട്ടുമറക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ നേരത്തെ കേട്ടെ. പക്ഷേ ശരിയായ ഭക്തൻ എങ്ങനെയാണ്? കേട്ടുമറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായിരിക്കും, അതിലവൻ അനുഗ്രഹിക്കപ്പെടും. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. ന്യായപ്രമാണം എന്നുള്ള വാക്ക് സാധാരണ നമ്മൾ പഴയ നിയമത്തിലെ 10 കൽപ്പനയുമായിട്ട് ചേർത്താണ് വായിക്കാറുള്ളത്. ഇത് ആ ന്യായപ്രമാണത്തെക്കുറിച്ചല്ല.
യാക്കോബ് സംസാരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ സുവിശേഷം അല്ലെങ്കിൽ പുതിയ നിയമം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പുതിയ നിയമവചനം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ പഴയ നിയമത്തിലെ ന്യായപ്രമാണമല്ല. അത് സ്വാതന്ത്ര്യം കൊണ്ടുവരുന്നില്ലെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതൊരു നുകമാണ്. ഇവിടെ യാക്കോബ് പറയുന്നത് നമ്മുടെ വചനം, നമ്മളെ സംബന്ധിച്ച് പുതിയ ഉടമ്പടിയുടെ വചനം ഉറ്റുനോക്കി, കണ്ണാടിയിൽ നോക്കുന്ന പോലെ ഉറ്റുനോക്കിയിട്ട് അതിൽ നിലനിൽക്കുന്നവൻ. ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞു സൗമ്യതയോടെ കൈക്കൊള്ളുന്നവൻ, അല്ലേ? ഇപ്പോൾ പറഞ്ഞിരിക്കുക അതിൽ നിലനിൽക്കുന്നവൻ. എങ്ങനെയാണ് നിലനിൽക്കുന്നത്? കേട്ടു മറക്കുകയല്ല, പ്രവൃത്തി ചെയ്യുന്നവൻ. ഈ വചനം, ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിൽ നിലനിൽക്കുന്നവരാരായിരിക്കും എന്നറിയാമോ? ഇത് കേട്ട് മറക്കാത്തവർ. കേട്ട് മറക്കുന്നവർ നേരത്തെ പറഞ്ഞവർ. കണ്ണാടിയിൽ ഇതൊക്കെ കണ്ടേച്ചും അതും വെച്ചുകൊണ്ട് അങ്ങ് പോവുക, അല്ലേ? അപ്പോൾ അതുകൊണ്ട് കേട്ടു മറക്കാതെ പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ ചെയ്യുന്നവരെന്താവും? അനുഗ്രഹിക്കപ്പെടും. ഇനി 26, 27 വാക്കുകളിലാണ് ഈ ശരിയായ ഭക്തിയുടെ ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ട് എന്തല്ല ഫലമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ, വീണ്ടും വഞ്ചിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്, അല്ലേ? അതായത് താൻ വലിയ ഭക്തനാണ്, ഞാൻ വലിയ കഷ്ടതയുടെ നടുവിലും സഭയിലൊക്കെ പോകുന്നുണ്ട്, ഒരുപാട് പ്രസംഗമൊക്കെ കേൾക്കുന്നുണ്ട്, ഒന്നും അനുസരിക്കാറില്ല, എൻ്റെ നാവിന് ഞാൻ കടിഞ്ഞാണൊന്നും ഇടാറില്ല, പക്ഷെ ഞാൻ വലിയ ഭക്തനാണ്, കാരണം ഞാൻ നല്ലപോലെ പാട്ടൊക്കെ പാടും, കഷ്ടതയുടെ നടുവിൽ കണ്ണീരോടെ പാട്ടൊക്കെ പാടും. കണ്ണീരിനെ കുറിച്ച് ഇവിടെ എവിടെയെങ്കിലും വായിച്ചോ നിങ്ങൾ? പാട്ട് പാടുന്നതിനെ കുറിച്ച് എവിടെയെങ്കിലും വായിച്ചോ? ഇവിടെ ഇല്ല, അല്ലേ? പക്ഷെ ഭക്തനാണെന്ന് നിരൂപിച്ചു. അപ്പോൾ യാക്കോബ് പറയാ, നാവിന് കടിഞ്ഞാണിടാതെ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ, വട്ടപൂജ്യമത്രേ, പരീക്ഷയ്ക്ക് തോറ്റു. അയ്യോ ടീച്ചർ, ഞാൻ ക്ലാസ്സിലെല്ലാം വന്ന് പാഠപുസ്തകമൊക്കെ എൻ്റെ വീട്ടിൽ ഷെൽഫി ഇരിപ്പുണ്ട്. എടാ പൊട്ടാ, പരീക്ഷ പാസ്സാവണം, പരീക്ഷയ്ക്കൊന്ന് പരീക്ഷ എഴുതി പാസ്സാവണമെന്ന് പറഞ്ഞ പോലെ നിൻ്റെ ഭക്തി വ്യർത്ഥം. അപ്പോൾ ഒന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാവിന് കടിഞ്ഞാണിടണം, അല്ലേ? രണ്ടാമതായിട്ട് 27 വാക്യം, പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്തിലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. അപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ പറയട്ടെ, 3 ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവം അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ പ്രസാദകരമായ, പൂർണ്ണതയുള്ള, നിർമ്മലതയുള്ള, ശുദ്ധമായ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ സഹിക്കുന്ന ഭാഗ്യവാൻ കാഴ്ചവെക്കേണ്ട ഭക്തി. 3 കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒന്നാമതായിട്ട് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത്, അതായത് സ്നേഹം, സഹോദര സ്നേഹം, അല്ലേ? രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നത്, നിർമ്മലത, വിശുദ്ധി, അല്ലേ? മൂന്നാമതായിട്ട് നമ്മൾ ആദ്യമേ കണ്ടു, നാവിന് കടിഞ്ഞാണിടണം, അല്ലേ? ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒന്നാമത്തത് ചാരിറ്റി, ബ്രദർലി ലവ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പ്യൂരിറ്റി, അല്ലേ? ഫ്രീഡം ഫ്രം ദ വേൾഡ്. മൂന്നാമത് ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ കൺട്രോളിങ് യുവർ ടങ്. ഈ നാവിന് കടിഞ്ഞാണിടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവവുമായിട്ടുള്ള ബന്ധവുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്നതാണ്. കാരണം ഈ 3 ഫലങ്ങളെക്കുറിച്ചാണ് ഇനിയുള്ള അധ്യായങ്ങൾ, അല്ലേ? യാക്കോബിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം സഹോദര സ്നേഹത്തെക്കുറിച്ചാണ്. സഭയിൽ കടന്നു വരുന്ന ദരിദ്രനെയൊക്കെ നീ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അവരെ ഇടപെടുന്നതെന്നൊക്കെ, അത് ഈ ഭക്തിയുടെ ഫലമായ സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ പഠിപ്പിക്കുന്നത്. 3-ാമത്തെ അധ്യായം നാവിനെക്കുറിച്ചാണ്, നാവിന് കടിഞ്ഞാണിടുന്നതിനെക്കുറിച്ചാണ്. അത് ദൈവത്തോടുള്ള നമ്മുടെ കീഴ്പ്പെടലിൻ്റെ ഒരടയാളമാണ്. എൻ്റെ നാവിൽ ഞാൻ കടിഞ്ഞാണിടുന്നവനാണെങ്കിൽ ഞാൻ ദൈവത്തോട് കീഴ്പ്പെടുന്നവനായിരിക്കും, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ബോസിൻ്റെ വീട്ടിൽ പോയിട്ട് വായി തോന്നിയൊക്കെ പറയുമോ? നമ്മുടെ ഈ അയൽപ്പക്കത്തുള്ള SIയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ മിനിഞ്ഞാന്ന് നിങ്ങളുടെ വീട്ടിലെ വേലക്കാരനോട് സംസാരിച്ച പോലെ സംസാരിക്കുമോ? ഇല്ല, അല്ലേ? നമ്മൾ അധികാരികളുടെ മുമ്പിൽ നമ്മൾ നാവിന് കടിഞ്ഞാണിടും. സഭയിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ? ഓ എന്താ ഭക്തി, അല്ലേ? ഭർത്താക്കന്മാരും ഭാര്യമാരും എന്താ സ്നേഹം. വീട്ടിൽ പോയി കഴിഞ്ഞാൽ എടാ വാടാ പോടാ എടി വാടി പോടി ആയി, അല്ലേ? അതെന്തുകൊണ്ടാണ്? കടിഞ്ഞാണിടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അധികാരത്തിന് കീഴ്പ്പെട്ടു. അപ്പോൾ ദൈവത്തോട് ഞാൻ എപ്പോഴും കീഴ്പ്പെടുന്നവനാണെങ്കിൽ എപ്പോഴും എൻ്റെ നാവ് കടിഞ്ഞാണിട്ടിരിക്കും. മനുഷ്യനാകുമ്പോഴാണ് ഓരോ സ്ഥലത്ത് മാത്രം കടിഞ്ഞാണിടുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അത് താഴ്മയുടെ ലക്ഷണമാണത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ കാണും. പിന്നെ 4-ാമത്തെ അധ്യായം ലോകസ്നേഹം വിടുന്നതിനെക്കുറിച്ചാണ്, ലോകത്തിൽ നിന്നുള്ള കളങ്കത്തിൽ നിന്ന് മാറി. അപ്പോൾ ഇനിയുള്ള 3 അധ്യായങ്ങൾ ഈ 3 ഫലങ്ങളെക്കുറിച്ചാണ്. ശരിയായ വിശ്വാസം ഉളവാക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഭക്തിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇനിയുള്ള 2, 3, 4 അധ്യായങ്ങൾ. 5-ാമത്തെ അധ്യായം വീണ്ടും നമ്മുടെ കഷ്ടതയുടെ വിഷയത്തിലേക്ക് കടന്നു വരും. കഷ്ടതയിൽ നമ്മൾ കാണിക്കേണ്ട ദീർഘക്ഷമയെക്കുറിച്ചാണ് 5-ാമത്തെ അധ്യായം. ഇങ്ങനെയാണ് യാക്കോബിൻ്റെ ലേഖനം പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്
ശരിയായ വിശ്വാസം, പരീക്ഷ സഹിക്കുന്ന വിശ്വാസം ശുദ്ധമായ ഭക്തിയുടെ ഈ 3 ഫലങ്ങളും ഉളവാക്കും. അപ്പോൾ നമ്മൾ കഷ്ടതയുടെ താഴ്വരയിൽ ശരിയായ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടും പ്രാപിച്ച് ദൈവവചനത്തോട് ശരിയായിട്ട് പ്രതികരിച്ച് കീഴ്പ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തോ കാണും? ഈ 3 കാര്യങ്ങൾ കാണും. കഷ്ടതയുടെ താഴ്വരയിൽ നിങ്ങൾക്ക് സഹോദര സ്നേഹമുണ്ടോ? നമ്മൾ പലപ്പോഴും എങ്ങനെ കഷ്ടതയിൽ കൂടെ പോകുമ്പം സഭയിൽ പോകുന്നതൊക്കെ അങ്ങ് നിർത്താം, ശുശ്രൂഷയൊക്കെ ഒന്ന് നിർത്തി, ഞാൻ ഒന്ന് മാറിയിരിക്കട്ടെ, ഇപ്പം എനിക്ക് വേറെ ആരെയും ശുശ്രൂഷ, ഞാനേ വയ്യാതെ കിടക്കുന്നു, ഞാൻ എന്തോന്ന് ശുശ്രൂഷ അല്ലേ? സഹോദര സ്നേഹം പോയി. പിന്നെ ലോകസുഖം വിടാറുണ്ടോ? ഓ, എനിക്ക് തീരെ വയ്യ, ഞാൻ ലോകത്തിലൊക്കെ ഒന്ന് പോയി ആ പാപമെങ്കിലും ഇച്ചിരി ഒന്ന് സൂഹിക്കട്ടെ അല്ലേ? നാവിന് കടിഞ്ഞ, നേരത്തെ പറഞ്ഞു, നാവ് നമ്മൾ ദൈവത്തിനോട് മുൻപിൽ പോലും കടിഞ്ഞാണ് കയറാറുണ്ട് അല്ലേ? ദൈവത്തോടും കോപം വെച്ച് പറയുക. അപ്പോൾ കണ്ടോ, കഷ്ടതയുടെ താഴ്വരയിൽ പരീക്ഷയുടെ സമയത്ത് ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ ഈ 3 അപ്പോൾ വെളിപ്പെടും. സഹോദര സ്നേഹം, ലോക സ്നേഹത്തിൽ നിന്നുള്ള വിടുതൽ, ലോകത്തിൻ്റെ കളങ്കത്തിൽ നിന്നുള്ള വിടുതൽ. 3-ാമതായിട്ട് നാവിന് കടിഞ്ഞാണിട്ട് താഴ്മയുള്ളവരായിരിക്കും അല്ലേ? അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ശുദ്ധമായ ഭക്തിയുടെ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? സ്നേഹം, വിശുദ്ധി, താഴ്മ. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഉപസംഹരിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പരീക്ഷ സഹിക്കുന്ന ഭാഗ്യവാനാകണമെങ്കിൽ പരീക്ഷ സഹിക്കുന്ന വിശ്വാസം വേണം. അങ്ങനെ പരീക്ഷ സഹിക്കുന്ന വിശ്വാസമുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ കാണും. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട്. എന്താണ് ആ കാഴ്ചപ്പാട്? ദൈവം എപ്പോഴും അവസ്ഥകളും സാഹചര്യങ്ങളും നോക്കിയല്ല, എപ്പോഴും ദൈവം സ്നേഹവാനും നല്ലവനും മാറ്റമില്ലാത്ത എൻ്റെ പിതാവും തൻ്റെ ഇഷ്ടത്താൽ തൻ്റെ വചനത്താൽ എന്നെ രക്ഷിച്ചവനുമാണ്. ഈ കാഴ്ചപ്പാട് നിലനിന്ന് പോകണം നമ്മൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ. കഷ്ടത അല്ലെങ്കിൽ പരീക്ഷ സഹിക്കുന്ന വിശ്വാസത്തിൻ്റെ 2-ാമത്തെ വിഷയം നമ്മൾ കണ്ടത്, ഈ കാഴ്ചപ്പാടുള്ള വ്യക്തിയാകണമെങ്കിൽ ദൈവവചനത്തോട് ശരിയായ രീതിയിൽ പ്രതികരിക്കണം. എന്താണ് ആ പ്രതികരണം? വചനം കേൾക്കുക മാത്രമല്ല, കീഴ്പ്പെട്ട് അനുസരിക്കുന്നവരായിരിക്കണം. കഷ്ടതയുടെ താഴ്വരയിൽ കീഴ്പ്പെട്ട് അനുസരിക്കുന്നവരായിരിക്കണം. 3-ാമതായിട്ട് നിങ്ങൾ ശുദ്ധമായ ഭക്തിയുടെ ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കും. അതായത് സ്നേഹം, സഹോദര സ്നേഹം, താഴ്മ നിങ്ങളുടെ നാവിന് കടിഞ്ഞാണിടും, വിശുദ്ധി അതായത് ലോകത്തിലെ കളങ്കത്തിൽ നിന്ന് നിങ്ങളെ തന്നെ ശുദ്ധരായിട്ട് കാത്തുകൊള്ളും. ശരിയായ കാഴ്ചപ്പാട്, ദൈവവചനത്തോടുള്ള ശരിയായ പ്രതികരണം, ശുദ്ധമായ ഭക്തിയുടെ 3 ഫലങ്ങൾ, ഇതൊക്കെ ഉള്ളതാണ് പരീക്ഷ സഹിക്കുന്ന വിശ്വാസം. കേട്ട വചനത്തോട് നമുക്ക് പ്രതികരിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, വ്യക്തിപരമായി ഒന്ന് ധ്യാനിച്ചാട്ടെ. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ശോധന, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ആ ഒരു പരീക്ഷ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ആ ഒരു വലിയ അഗ്നി ചൂള പോലെ നിങ്ങൾ കടന്നു പോകുന്ന ആ പ്രയാസം, പരീക്ഷ ഒന്ന് ധ്യാനിച്ചാട്ടെ. ആ പരിശോധന, ഈ ശോധനയിൽ ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ്. അവൻ നല്ലവനാണ്. ഞാൻ ഒരു രീതിയിലും അവനോട് കോപമോ കയ്പോ വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളോട് ഇന്ന് ദൈവവചനം വിളിച്ചു പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ ദൈവത്തോട് കോപമോ കയ്പോ അസംതൃപ്തിയോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞു വിട്ടുകളക പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ദൈവവചനം പറയുന്ന സത്യം മനസ്സിലാക്കുക. അവൻ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും നൽകുന്ന പിതാവും വിശേഷാൽ ക്രൂശിലൂടെ നമ്മളെ രക്ഷിച്ച രക്ഷകനുമാണ്. അത് മറന്നു പോകരുത്. നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. സാഹചര്യങ്ങൾ നിങ്ങളോട് പറയുന്ന നുണയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം വചനത്തിലൂടെ മാത്രം വരണം. എൻ്റെ ജഡത്തിന് തോന്നിയത്, എൻ്റെ സാഹചര്യങ്ങൾ എന്നോട് പറഞ്ഞത്, പിശാചെന്നോട് നുണ പറഞ്ഞതിലൊന്നുമല്ല ഞാൻ ദൈവത്തെ കാണുന്നത്. എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ വെളിപ്പാടിലൂടെ, വചനത്തിലൂടെ എനിക്ക് ദൈവം തന്നെ നൽകുന്നതായിരിക്കണം. അതിൽ തന്നെ ഞാൻ അടിസ്ഥാനമിട്ട് ഉറച്ചിരിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുക പ്രിയപ്പെട്ടവരെ. കടന്നു വന്നിട്ടുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റാർക്കും ഇല്ലാത്തൊരു ശോധന കാണും. എല്ലാവർക്കും കിട്ടി, എനിക്ക് കിട്ടിയില്ല. എൻ്റെ കാര്യത്തിൽ മാത്രം ദൈവം താമസം വെച്ച് പുലർത്തുന്നു, എനിക്ക് മാത്രം തന്നില്ല, ഞങ്ങൾക്ക് മാത്രം, ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഇത് സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്ന ചില
പരിതാപങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റുപറഞ്ഞേച്ച് പറയുക, ദൈവമേ ഇതിൻ്റെയൊക്കെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നീ നല്ലവനാണെന്നുള്ള സത്യത്തിന് ഒരു മാറ്റവുമില്ല എന്ന് വചനപ്രകാരം അറിഞ്ഞുകൊണ്ട് കർത്താവ് നീ നല്ലവനെന്ന് ഞാൻ ഏറ്റുപറയുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏറ്റുപറയുമ്പോഴായിരിക്കും ആ സാഹചര്യത്തിൽ ദൈവം ഇടപെട്ട് സാഹചര്യങ്ങൾ മാറി മറിഞ്ഞ് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കാൻ പോകുന്നത്. പല സംഭവങ്ങൾ ദൈവവചനത്തിൽ തന്നെയുണ്ട്. ദൈവത്തെ സ്തുതിച്ചപ്പോൾ യെരിഹോ മതിൽ മറിഞ്ഞു വീണു. ദൈവത്തെ സ്തുതിച്ചപ്പോൾ യഹോഷഫാത്തിന്റെ മുന്നിലുണ്ടായിരുന്ന സൈന്യത്തെ ദൈവം തന്നെ നിഗ്രഹിച്ചു. ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗൃഹത്തിൽ ഭൂകമ്പമുണ്ടായിട്ട് ചങ്ങലകളെല്ലാം അഴിഞ്ഞ അപ്പോസ്തലന്മാർ വിടുവിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് അകത്തുനിന്ന്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അകമറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ ദൈവശക്തി വെളിപ്പെട്ടു വരും. അവിടെ ദൈവം പ്രസാദിക്കപ്പെടും, ദൈവം മഹത്വപ്പെടും, ദൈവം ഈ ശോധന അയച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും. നിങ്ങളൊരു തികഞ്ഞ ഭക്തനാകും. യോബിനെ പോലെ സാഹചര്യങ്ങളിൽ മാറ്റം വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ തന്നെ വിശ്വസിക്കും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ വിശ്വസിക്കുമെന്നുള്ള തികവുള്ള ഭക്തനായി നിങ്ങൾ മാറും. അതുകൊണ്ട് കയ്പും കോപവും എല്ലാം മാറ്റിവെക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ നല്ലവനെന്നും നീതിമാനെന്നും എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉരുവിട്ടുകൊണ്ട് സ്തോത്രയാഗങ്ങളാൽ അവനെ നമുക്ക് ആരാധിക്കാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേദനിക്കും. അതുകൊണ്ടാണ് അതിനെ യാഗമെന്ന് വിളിച്ചിരിക്കുന്നത്. യാഗമാണ്. കർത്താവ്, എനിക്ക് വേദനിക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ നീ നല്ലവനെന്ന് പറയുമ്പോൾ എനിക്ക് വേദനിക്കുന്നുണ്ടേന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ ദൈവം നല്ലവൻ, യഹോവ നല്ലവൻ, എന്നും നല്ലവൻ, എപ്പോഴും നല്ലവൻ, ഒരു കാലത്ത് മാറ്റമില്ലാത്ത രീതിയിൽ അവൻ നല്ലവൻ. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപിക്കുവാൻ താമസവുമുള്ള സൗമ്യതയുള്ള ദൈവമക്കളാകാം നമുക്ക്. ഈ കേട്ട വചനത്തോട് പ്രതികരിക്കാം. കേട്ടുമറക്കുന്നവരായിട്ടല്ല, ചെയ്ത് പ്രവർത്തിച്ച് ആ വചനത്തിൽ നിലനിൽക്കുന്നവർ, അതിനോട് കീഴ്പ്പെടുന്നവരായി മാറാം. ശുദ്ധമായ ഭക്തി ദൈവം നമ്മളിൽ ഉളവാക്കിയെടുക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഞങ്ങളോട് ഈ വചനം ഇന്ന് കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം കർത്താവ്. ഞങ്ങളെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പരീക്ഷ സഹിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും സഭാപരമായിട്ടും പല വിധത്തിലുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പരീക്ഷകളും അനുഭവിക്കുന്നവരാണ് കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന ഈ കഷ്ടതയുടെയും പരീക്ഷയുടെയും താഴ്വരയിൽ പരീക്ഷ സഹിക്കുന്ന ഭാഗ്യവാന്മാരാകുവാൻ നീ കാംക്ഷിക്കുന്നല്ലോ കർത്താവേ. അതിനാവശ്യമായ ശരിയായ വിശ്വാസത്തെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ അല്പനേരം നിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിച്ചല്ലോ കർത്താവ്. ഈ വചനം പറയുന്നത് പോലെ എല്ലാ കോപവും ക്രോധവും കയ്പുമെല്ലാം വിട്ടുമാറി ദൈവം നല്ലവനെന്ന് ഏറ്റുപറയുവാൻ ഉള്ളത്തിൽ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളെപ്പോഴും ഭക്തന്മാരായിരിക്കണമേ കർത്താവേ. എല്ലാ കയ്പും പിറുപിറുപ്പും കർത്താവെ, അവിശ്വാസവും എല്ലാം ഞങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് നീക്കിക്കളയണമേ. ഞങ്ങൾ വഞ്ചിക്കപ്പെടരുത് കർത്താവ്. ഈ ശോധനയുടെ നടുവിൽ ദൈവത്തെക്കുറിച്ചുള്ള നുണകൾ, സാഹചര്യങ്ങളും പിശാചും ഞങ്ങളുടെ തന്നെ ജഡവും കർത്താവ് ഞങ്ങളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായിട്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല. നീ ഉദ്ദേശിക്കുന്ന ശിക്ഷണത്തോട് പൂർണ്ണമായിട്ട് നീതി പുലർത്താൻ കഴിയുന്നില്ല കർത്താവ്. പലപ്പോഴും നീ ആവശ്യപ്പെടുന്ന അനുസരണം ഞങ്ങൾ കാഴ്ചവെക്കാറില്ല. കാരണം നീ നല്ലവനല്ല എന്നാണ് ഞങ്ങൾ ആത്യന്തികമായി വിശ്വസിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്താലും നീ ഞങ്ങളെ പറ്റിക്കും, നീ ഞങ്ങൾക്ക് ഒരു നന്മയും ഇതിലൂടെ ഉളവാക്കി എടുക്കത്തില്ലെന്ന് ഞങ്ങൾ കർത്താവ് പലപ്പോഴും വളരെ ഗാഢമായി വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ആ അന്ധവിശ്വാസം കർത്താവേ, ആ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം ഞങ്ങളിൽ നിന്ന് നീക്കി നീ നല്ലവനാണെന്നുള്ള ആ പരമസത്യം ഏറ്റെടുത്തുകൊണ്ട് നിന്റെ വചനത്തോട് കീഴ്പ്പെട്ട് പരീക്ഷ സഹിക്കുവാൻ സഹിഷ്ണുതയുള്ള ഹൃദയങ്ങൾ ഇന്ന് ഇവിടെ ഉളവാക്കിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തോട് വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് വചനത്തിലൂടെ നീ ഞങ്ങൾക്ക് നൽകുവാനിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും കർത്താവെ, വളർച്ചയും ഭക്തിയുടെ കർത്താവെ പൂർണ്ണതയുമൊക്കെ രുചിച്ചറിയുവാൻ നിന്റെ മക്കളെ കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം മറന്നുപോകാതെ, ഞങ്ങളെ തന്നെ ചതിക്കാതെ അനുസരണത്തിലൂടെ അതിന് നിലനിൽക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അതിനായിട്ട് പരിശുദ്ധാത്മാവിനെ അധികമായി നൽകണമേ എന്ന് കർത്താവെ ചോദിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ചുരുക്കം പേരായിട്ടെങ്കിലും ഇവിടെ കടന്നു വന്ന് നിന്നെ ആരാധിക്കുവാനും നിന്റെ സന്നിധിയിലായിരിക്കുവാനും നീ ഭാഗ്യം നൽകിയതിനായിട്ട് സ്തോത്രം കർത്താവെ. നേരത്തെ പറഞ്ഞതുപോലെ ഈ നഗരം വിഗ്രഹാരാധനയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും വഴിയിൽ ഇന്ന് വളരെയധികം മുങ്ങിക്കിടക്കുമ്പോൾ നിന്റെ ജനമായ കർത്താവ് ഞങ്ങൾക്കിവിടെ വന്ന് നിന്നെ ആരാധിക്കുവാനുള്ള ഭാഗ്യം, ഞങ്ങളാരും അവരെക്കാളും മെച്ചപ്പെട്ടവരായതുകൊണ്ടല്ല, ഞങ്ങളിന്ന് വായിച്ചു കേട്ടതുപോലെ നിനക്ക് ഇഷ്ടം തോന്നിയിട്ട്
നിനക്ക് കനിവ് തോന്നിയിട്ട്, മനസ്സലിവ് തോന്നിയിട്ട് കർത്താവേ, നീ വചനം ഞങ്ങളുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യുവാൻ അനുവദിച്ച് ഞങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്നു. അതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. അവരിൽ അനേകർ ഞങ്ങളുടെ ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഒന്നുകൂടെ ഇടുവിൽ നിന്ന് ഞങ്ങളുടെ ഈ പട്ടണത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവ് കനിഞ്ഞ് ഈ പട്ടണത്തിനൊരു വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന കർത്താവ് ഞങ്ങളുടെ പ്രവർത്തന മേഖലയായ അഴൂർ പഞ്ചായത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. വിടുതലയക്കണമേ, ഉണർവയക്കണമേ. സുവിശേഷ സത്യം മനസ്സിലാക്കിയവർ പിന്മാറ്റത്തിൽ പോയവരുണ്ട്, അവരെ മടക്കി കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിനെ അറിഞ്ഞിട്ട് വ്യർത്ഥമായതിലേക്ക് തിരിയുവാൻ കർത്താവെ അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും നുഖങ്ങളെയും നീ തകർക്കണമേ എന്ന് ഇടുവിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവെ ബലമില്ല, ഞങ്ങൾക്ക് കർത്താവെ കഴിവില്ല, ഞങ്ങൾക്കൊരു അധികാരവുമില്ല. യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ശരണപ്പെട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. സഭയെ പണിയുന്നവൻ നീയാണ് കർത്താവെ. നിന്റെ പരിശുദ്ധാത്മശക്തിയിലൂടെ ഞങ്ങളെ കർത്താവെ ബലപ്പെടുത്തി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, കടന്നു വന്ന സഹോദരങ്ങളെല്ലാം നിന്റെ കരത്തിൽ സമർപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന എല്ലാ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും പ്രാർത്ഥനാ വിഷയങ്ങളിലും ദൈവകരം ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇങ്ങനെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. വലിയവനായ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൂട്ടായ്മയും സഹവാസവും സംസർഗവും നാം ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.